ബഹുമാനിക്കുന്ന അബ്ദുൽ സാർ, സ്റ്റേജിലുള്ള UDFിൻ്റെ സമാന്തര നേതാക്കന്മാരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, കൊണ്ടോട്ടി നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TP അഷ്റഫ് അലിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തപ്പെടുന്ന പ്രത്യേക ക്യാപ്സുകൾ കൂടി നടത്തപ്പെടുന്ന തരൂരും സമതാനിയും ETയും അഷ്റഫ് അലിയോടൊപ്പം എന്ന ഒരു ആപ്തവാക്യത്തിലാണ് ഈ സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കൊണ്ടോട്ടി നിയോജക മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ തന്നെ 57 മുതൽ ഇന്നേ വരെയുള്ള കാലയളവിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ മാത്രം സ്വീകരിച്ച ഒരു നിയോജക മണ്ഡലമാണ് കൊണ്ടോട്ടി എന്ന് നമുക്കറിയാം. പ്രഗത്ഭന്മാരായ പ്രതിഭാശാലികളായ സമൂഹം ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രഗത്ഭന്മാരായ അഹമ്മദ് കുട്ടി കുരിക്കൽ മുതൽ സയ്യിദ് ഉമർ ബാബർ തങ്ങൾ മുതൽ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് മുതലുള്ള പ്രഗത്ഭന്മാരായ ആളുകൾക്ക് ഇടം നൽകിയ ഒരു പ്രദേശമാണ് കൊണ്ടോട്ടി നിയോജകമണ്ഡലം. നമുക്കറിയാം, ഐക്യ ജനാധിപത്യങ്ങളുടെ ഉരുക്കുകോട്ടയായ കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിൽ ഏറെ പ്രസിദ്ധരായ ആളുകൾക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മളോട് മത്സരിക്കുന്ന TP അഷ്റഫ് അലി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് യുവജന രാഷ്ട്രീയത്തിന്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് നമുക്കറിയാം. ചുരുക്കോട് കൂടി നമ്മുടെ നിയോജകമണ്ഡലത്തിലെ മുക്കുമൂലകളിൽ ഓടിയെത്തി എല്ലാ വോട്ടർമാരെയും പരമാവധി കാണാൻ ശ്രമിച്ച് ഈ നിയോജകമണ്ഡലം മൊത്തം ഇളക്കി മറിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. നിയോജകമണ്ഡല കൺവെൻഷൻ മുതൽ പഞ്ചായത്ത് തല കൺവെൻഷൻ വരെയുള്ള ഗംഭീരമായ ആളുകളുടെ സാന്നിധ്യത്തിലും വലിയ ആൾക്കൂട്ടത്തിലുമാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയത്. പ്രചരണ ജാഥകളൊക്കെ ഗംഭീരമായിരുന്നു, സ്വീകരണങ്ങൾ ഗംഭീരമായിരുന്നു. വളരെയധികം ചൂടുള്ള ഈ കാലാവസ്ഥയിൽ പോലും നട്ടുച്ചയ്ക്ക് പോലും ധാരാളം ആളുകൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടിയത് നമ്മൾ കാണുകയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളത്തിലെ ജനത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വരവിനെ കാത്തു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിൽ തെരഞ്ഞെടുപ്പിലൂടെ ജനബാഹുല്യം നമ്മളെ വിളിച്ചു നോക്കുന്നത്. ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി പ്രചരണജാഥകൾ സമാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളും മറ്റന്നാളുമായി അദ്ദേഹത്തിന്റെ വൃത്തം പ്രചരണ സമാപന ജാഥകളൊക്കെ സമാപിക്കും. തുടർന്നുള്ള ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് തെരഞ്ഞെടുപ്പിനുള്ളത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഹൗസ് ക്യാമ്പയിൻ നടത്തി നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷം, നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ തന്നെ 1ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തോ എത്തുന്ന രൂപത്തിലുള്ള സ്ഥാനാർത്ഥ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ UDFിന്റെ എല്ലാ പ്രവർത്തകന്മാരും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരു കാലത്തുമില്ലാത്ത അത്ര യോജിപ്പും ഐക്യവും പ്രവർത്തനത്തിലുള്ള കൂട്ടായ്മയും നമ്മുടെ നിയോജകമണ്ഡലത്തിൽ പ്രകടമായി കാണുകയാണ്. ഏതാണ് ലീഗ്, ഏതാണ് കോൺഗ്രസ്, ഏതാണ് മറ്റ് ഘടകകക്ഷികളെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ടീം UDF എന്ന ഒരു ലൈനിൽ കൂടി നമ്മൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടത്തപ്പെട്ടത്. ബഹുമാനപ്പെട്ട സമദാനി സാഹിബും അതുപോലെ തന്നെ ദേശീയ രംഗത്തും അതുപോലെ തന്നെ വിശ്വപൗരനുമായ ശശി തരൂരും നമ്മുടെ പ്രിയങ്കരനും നമ്മുടെ നാട്ടുകാരും IT മുഹമ്മദ് ബഷീർ സാഹിബും നമ്മുടെ സ്ഥാനാർത്ഥിയും ഉൾക്കൊള്ളുന്ന ഒരു ചടങ്ങ്, വളരെ പ്രധാനപ്പെട്ട വേറിട്ടൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന കർമ്മം മാത്രം ഞാൻ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു. അല്പം സമയം വൈകിയിട്ടുണ്ട് എന്നത് എനിക്കറിയാം. അതുകൊണ്ട് സ്വാഗത പ്രസംഗം നീട്ടിപ്പരത്തി പറയുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഒരു പ്രത്യേക ഉദ്ഘാടനം അതുപോലെ മറ്റ് ചടങ്ങുകളൊന്നും ഇല്ലാത്ത രൂപത്തിലാണ്. ഇവർ 3 ആൾ ഇരുന്നു കൊണ്ട് ഇൻട്രാക്ഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഏർപ്പാടുകളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വളരെ ചൂടുള്ള ഈ സന്ദർഭത്തിലും ഇവിടെ എത്തിപ്പെട്ട നിങ്ങളെല്ലാവരെയും UDFിന്റെ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ പേരിൽ വളരെ സന്തോഷത്തോടുകൂടി ആ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിപ്പെട്ട് നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ പാർലമെന്റ് പോലും ബഹുമാനപ്പെട്ട സമദാനി സാഹിബ് പ്രസംഗിക്കുമ്പോൾ മന്ത്രിമാർ പോലും കയ്യടിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ആകർഷിക്കപ്പെടുന്ന വാക്ചാതുര്യം കൊണ്ട് അദ്ദേഹം അത് കലകൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സമദാനി സാഹിബ് എന്നറിയാം. എല്ലാ ആളുകൾക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചു കൂടുന്നത് നമ്മളൊക്കെ കാണുകയാണ്. നമുക്കറിയുന്നത് പോലെ ഈ കേരളത്തിലും ഇന്ത്യയിലും അദ്ദേഹത്തെ ഏറെ ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗ കല എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടിയുമാണ് കാണുന്നത്.
ബഹുമാനപ്പെട്ട സമദാൻ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊണ്ടോട്ടി നിയോജകമണ്ഡലം UDFന്റെ പേരിൽ ഞാൻ സന്തോഷപൂർവ്വം വളരെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഏതാനും നിമിഷങ്ങളകം ഇവിടെ എത്താൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ശശി തരൂർ എത്തിയിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ടെത്തും. അദ്ദേഹം വാഴക്കാട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തെയും കൂടി കിട്ടാനൊക്കെ നമുക്ക് നിയോജകമണ്ഡലത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യമാണ്. ദേശീയ രംഗത്തും അന്തർരാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രശസ്തനും പ്രഗത്ഭനും ഒക്കെ ആയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടുന്ന ജനങ്ങൾ ധാരാളമുണ്ട് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ. അദ്ദേഹം ഇടവണ്ണപ്പാറയിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ നിയോജകമണ്ഡല തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് സാധിച്ചത് വളരെ അഭിമാനത്തോടു കൂടി സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾക്ക് ഏറെ പ്രിയങ്കരും നമ്മുടെയൊക്കെ നാട്ടിലെ അഭിമാനവുമായ ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് സാഹിബ് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എത്തും. ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് മിനിറ്റുകളൊക്കെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുക. അതുപോലെ ചടങ്ങിൽ നമുക്ക് അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. ധാരാളം ആളുകൾ ഈ ചടങ്ങിലുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും നേതാക്കന്മാരും എല്ലാവരും സംഘാടകരും അതുപോലെ തന്നെ എല്ലാവരും പേരെടുത്ത് പറയേണ്ടവരുമാണ് എന്നെനിക്കറിയാം. ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞാൽ സമയം ധാരാളം അതിന് ചെലവഴിക്കേണ്ടി വരും എന്നതുകൊണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഡോക്ടർ KP ഹുസൈൻ അവരുകളെയും വളരെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ആളുകൾക്കും ഇവിടെ വനിതകളുണ്ട്, യുവാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സമൂഹത്തിൽ പ്രായം ചെന്ന ആളുകളുണ്ട്, എല്ലാ വിഭാഗം ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് UDFന്റെ നിയോജകമണ്ഡല തലങ്ങളിലുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നിയോജകമണ്ഡല തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട KP ആലിബാപ്പു അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം നിർത്തുന്നു. ജയ് UDF. സ്നേഹം നിറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ നേതാവും MP-യുമായിരുന്ന സമദാൻ സാഹിബ്, ഈ സ്റ്റേജിലിരിക്കുന്ന UDFന്റെ നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് എവിടെയും UDFന്റെ പരിപാടി വെക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളും പ്രതീക്ഷിക്കാത്തതിലധികം ജനങ്ങളാണ് കൂടുന്നത്. ഇവിടെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പല യോഗങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ പല യോഗത്തിനും പങ്കെടുത്തിട്ടുണ്ട്. ഇത്ര വനിതകൾ പങ്കെടുത്തൊരു യോഗം, ഇതിനേക്കാൾ വനിതകൾ പങ്കെടുത്തൊരു യോഗം ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഏത് വാർഡ് മീറ്റിംഗ് വിളിച്ചാലും ഇത്ര വനിതകളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ എന്താ വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ സംഭവവികാസങ്ങളെല്ലാം തന്നെ സ്ത്രീകളടക്കമുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണിത്. ബഹുമാനപ്പെട്ട MP ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അദ്ദേഹത്തിന് അപ്പോൾ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, അതുമാത്രമല്ല നമുക്കൊക്കെ ആവശ്യമാണ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് നമ്മളൊക്കെ. ആ പാർട്ടിക്ക് യഥാർത്ഥത്തിൽ മറ്റ് സംഘടനകളും വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷം മാർക്സിസ്റ്റ് പാർട്ടി വളരണമെന്നും അവർ നശിക്കരുത് എന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ പോക്ക് ആ പാർട്ടി നശിച്ച് രാജ്യത്തില്ലാത്ത ഒരു പാർട്ടിയാകാൻ പോവുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പാർട്ടി രാജ്യത്ത് ഇടതുപക്ഷ ചിന്താഗതി ഉണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടി രാജ്യത്ത് നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിശ്വാസികളായ നിങ്ങൾക്കും എനിക്കും തന്നെ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് നിലകൊള്ളുന്നത് BJPയെ വളർത്താനും BJPയെ ശക്തിപ്പെടുത്തുവാനുമാണ് ശ്രമിക്കുന്നത്. BJP രാജ്യത്തുണ്ടായാലുണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി അറിയാനിട്ടല്ല, പക്ഷേ അവർ ചെന്നുപെട്ട ബുദ്ധിമുട്ട് കൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. കൂടുതലായി ഞാൻ ഈ കാര്യത്തെ പറ്റി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ MP ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ 3 ജീനിയസ് ക്യാരക്ടേഴ്സ് സംഗമിക്കുന്ന അഭൂതപൂർവമായ വേദിയാണ് ഈ വേദി. കൊണ്ടോട്ടി മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സാരഥി TP അഷ്റഫ് അലിക്ക് വോട്ടപ്പെടുത്തിക്കൊണ്ടുള്ള
എടവണ്ണപ്പാറയിലെ ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നു മുൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഐക്യജനാധിപത്യ മുന്നണിയുടെ തേരാളി ET മുഹമ്മദ് ബഷീർ സാഹിബ് MP. കഴിവുള്ള നമ്മുടെ നേതാക്കളിവിടെ നമ്മുടെ പയ്യനായ അബ്ദുൽ സമദ് സാഹിബുണ്ട്, ആലിയാപ്പുണ്ട്, നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ഹാജി സാഹിബ്, അങ്ങനെ തുടങ്ങി നമ്മുടെ UDFൻ്റെ പ്രമുഖരായ നേതാക്കളെല്ലാം സ്റ്റേജിലുണ്ട്. കൂടാതെ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് സംസാരിച്ചതുപോലെ ഇവിടെ സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രതിനിധി സംഘം എല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നേരിടാൻ വേണ്ടി പോകുന്നത്. ദീർഘമായ സംസാരം ഞാൻ ചെയ്യുന്നില്ല, എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അതിഥികൾ. കുറച്ച് ദീർഘമായിട്ട് സംസാരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിച്ചു. സുന്ദാരി സാഹിബ് ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് ഉദ്ഘാടന കർമ്മം പിന്നെ എൻ്റെ സംസാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ നിർവഹിക്കാമെന്ന് സാധനം സമ്മതിച്ചിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയെ അഭിമാന പുരസ്സരം മുന്നോട്ട് കൊണ്ടുവരികയാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും അധികം വലിയ കാര്യങ്ങൾ പഠിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ TP. നിങ്ങൾക്കറിയാവുന്നതാണ്, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും പോയി അവശത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിൽ ഒട്ടും മടികൂടാതെ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. കാരണം വടക്കേ ഇന്ത്യയിൽ ഞാനൊക്കെ പോയി കുറേ കാലമായി ചെയ്തുകൊണ്ടിരുന്ന ജോലി അല്പം ഒരു ആയാസം കിട്ടിയത് അഷ്റഫലിയെ പോലുള്ള ആളുകൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നുകൊണ്ടാണ്. ഇവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതേപോലെ അല്പം വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ട് നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്നതിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാക്കി ഏറ്റവും അധികം നന്നായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തി കൂടിയായി ചെറിയ പ്രായത്തിൽ തന്നെ ഉയർന്നു വരാൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ നാട്ടിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് രാഷ്ട്രീയം എന്നുള്ളത് നോക്കണം, നാടിൻ്റെ പൊതുവായിട്ടുള്ള നന്മ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട് ഏറ്റവും അധികം ദുഃഖത്തിലൂടെ കഴിയേണ്ടി വരുന്ന കാലഘട്ടത്തിൽ എന്താ കാരണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 കൊല്ലത്തെ ഭരണം, ഈ 10 കൊല്ലത്തെ ഭരണം ചെയ്തു വെച്ചത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, രാഷ്ട്രീയ ധാർമ്മികതയായ അടിത്തറ മാറുകയാണ് വിഷയം. മൊറാലിറ്റി. ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ചെറിയ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ നാട് വളരെയേറെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന നാടാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ കേടിരംഗമാണ്. ഇവിടെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ എല്ലാമായിട്ടുള്ളൊരു സംസ്കാരമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന നല്ല മാനുഷിക ബന്ധങ്ങളുള്ള സ്ഥലമാണിത്. ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്തിൽ തന്നെ മാതൃകയാക്കി കൊണ്ടുവന്ന, സാമ്പിൾ ആയിട്ട് കൊണ്ടുവന്ന നാടാണ് നമ്മൾ. ജാതി ഏതാണെന്ന് നോക്കാതെ, മതമേതാണെന്ന് നോക്കാതെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന കാര്യത്തിൽ മറ്റാരെക്കാളും മുമ്പിൽ നിന്നാണ്. രാഷ്ട്രീയമൊക്കെ ഉണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ നാട്ടിലെ സാമുദായിക അന്തരീക്ഷത്തെ, സൗഹൃദ അന്തരീക്ഷത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചു വന്നതാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യം ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം. അത് ഗൗരവമായിട്ട് കാണേണ്ട ഒരു രാഷ്ട്രീയമാണ്. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ നാടിൻ്റെ നന്മയാണ് ചോർന്നു പോകുന്നത്. എന്താണ് ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത്? അവർ ചെയ്തിട്ടുള്ളത് മതസംഘടനകൾക്കിടയിൽ കയറി, സാമുദായിക സംഘടനകൾക്കിടയിൽ കയറി, അതിനിടയിൽ ഒരു സമുദായത്തെ ഒരിക്കൽ കയ്യിൽ പിടിച്ച് മറ്റവരെ ദ്രോഹിക്കുക, എന്നിട്ട് അവരെ ശത്രുക്കളാക്കി നിർത്തുക. ഓരോന്നിൻ്റെയും വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. സാമുദായിക രാഷ്ട്രീയം, മതരാഷ്ട്രീയം ഏറ്റവും അധികം താല്പര്യത്തിന് വേണ്ടി, കച്ചവട താല്പര്യത്തിന് വേണ്ടി, തങ്ങളുടെ ദുഷ്ടരാക്കിന് വേണ്ടി ഉപയോഗിച്ച മഹാ അപരാധമാണ് ഈ നാടിനോട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുള്ളത് എന്ന കാര്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് ഈ നാടുമായി ബന്ധപ്പെട്ട, ഈ നാടിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഭരണ സംവിധാനം. ഈ ഭരണ സംവിധാനം എന്തിനാണ് അവർ ഉപയോഗപ്പെടുത്തിയത്? ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്നൊരു കാലഘട്ടം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. എന്തായിരുന്നു ആ ഗവൺമെൻറ് പ്രത്യേകത? പാവപ്പെട്ടവന്, ദുർബലപ്പെട്ടവന്, ഭിന്നശേഷിക്കാരന്
ഒക്കെയുള്ള ഒട്ടു വളരെ ആനുകൂല്യങ്ങളായിരുന്നു. നമ്മൾ സ്ത്രീകൾക്കൊക്കെ അറിയാം എത്ര പദ്ധതികൾ ഇവിടെ ഉണ്ടായിരുന്നു. പല പദ്ധതികളും എല്ലാവരും ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തിൽ പെൻഷൻ കിട്ടുന്ന വിധത്തിൽ ഈ നാടിനെ കൊണ്ടുപോയിരുന്നു. നമ്മളെല്ലാവരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, CSR പോലുള്ള സംഗതികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കറിയാം എന്തെല്ലാം പദ്ധതികളാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ രാജ്യത്തുണ്ടായത്. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. കാര്യം ഷോക്കേട് വരും, ബുദ്ധിമുട്ടുണ്ടാകും ഒക്കെ വരുവാണെങ്കിലും ഇതിനൊക്കെ രക്ഷ കിട്ടാൻ പറ്റുന്ന വിധത്തിൽ അതിന് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ആർദ്രത നിറഞ്ഞ ഒരു മുഖമായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ദയയായിരുന്നു. ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നതിൻ്റെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നുവെന്ന ഏറ്റവും വലിയ സംഗതിയാണ് ഇത് അദ്ദേഹത്തിന്. നമുക്ക് എന്താണ് അദ്ദേഹത്തിന് സമീപന രീതിയിൽ കാണാൻ കഴിയുന്നത്? അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കൊണ്ടുവന്ന നിരവധി പദ്ധതികളില്ലാതായി. ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. കോക്ലിയർ ഇംപ്ലാന്റിംഗ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ചുവട് വെട്ടുന്നതിന് ഒരു ശസ്ത്രക്രിയ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് അന്ന് അതിന് തുടക്കം കുറിച്ചത് നമ്മുടെ പ്രിയങ്കനായ നേതാവ് MK ബിനു സാഹിബ് അവരുകളാണ്. എന്തായിരുന്നു? ചെവിട് കെട്ടുവിടാത്തവരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് സംസാരിക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. അവർക്ക് കേൾവി കിട്ടിയപ്പോൾ ഈ കാലം വരെ ശബ്ദം കേൾക്കാൻ കഴിയാതിരുന്ന പാവങ്ങൾക്ക് എത്രയോ ഓപ്പറേഷനുകൾ ആ കാലത്ത് നടന്നു. എല്ലാവർക്കും ആശ്വാസം തരുന്ന നടപടിയായിരുന്നു. അത് എത്രയോ പദ്ധതികൾ അവർക്ക് കൊണ്ടുവന്നു. അവയെല്ലാം തന്നെ നിങ്ങൾക്കറിയാം, സമയത്തിന് കേരള സർക്കാരിൻ്റെ വിഹിതം കൊടുക്കാത്തതിൻ്റെ ഫലമായി അത്തരം പദ്ധതികളെല്ലാം നിശ്ചലമായി എന്ന കാര്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ നിരവധി കാര്യങ്ങൾ ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സമീപന രീതി എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇപ്പോഴുള്ളൊരു മുഖ്യമന്ത്രിയുടെ ഭാഷ എന്താണ്, മുഖ്യമന്ത്രി എടുക്കുന്ന സമീപന രീതി എന്താണ്? ഇത്രയും ക്രൂരമായി എത്ര ഒരു പത്രപ്രവർത്തകൻ, നിഷ്കളങ്കനായ പത്രപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു പോയി. അപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഒരു മുഖ്യമന്ത്രിയുടെ ശൈലിയാണ്. എന്നാൽ ഉമ്മൻചാണ്ടി അതിൽ TV കാണിച്ചു ഞാൻ കണ്ടു. കുട്ടികളെടുത്തതിൻ്റെ രണ്ടിൻ്റെയും കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു സംഗതിയുണ്ട്. ഉമ്മൻചാണ്ടിയോട് ഇതേമാതിരി ഒരാൾ ചോദിച്ചു. അദ്ദേഹം ചെയ്യുന്നതിനിടെ പത്രസമ്മേളനം നടത്തുന്നതിനിടെ ഒരാൾ കുസൃതി കാര്യം ചോദിച്ചു. ഉമ്മൻചാണ്ടി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ചോദിച്ചവരും ചിരിച്ചു, സ്റ്റേജിലുള്ളവരാകെ ചിരിച്ചു. അതാണ് രണ്ട് മുഖങ്ങൾ, രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങൾ. അവരുടെ സംസ്കാര രീതി അതാണ്. ആ സ്വഭാവത്തിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ രീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഏറ്റവും അധികം വേദനയോടുകൂടി പ്രവർത്തിച്ച ഒരു സംസ്കാരമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. വികസന പ്രവർത്തകരുടെ കാര്യത്തിലെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എത്രയോ വികസന പ്രവർത്തകർ രാജ്യത്ത് കൊണ്ടു. എന്താണ് പൈസ ഇല്ല. പൈസ എങ്ങോട്ട് പോയി? ഈ വിധത്തിൽ കേരളത്തെ പാപ്പരാക്കിയത് ആരാണ്? കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ഇത്രയും ശോചനീയമാക്കിയത് ആരാണ്? അത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ചെറിയതല്ല, വലിയ ദൗത്യമാണ്. ഈ ദൗത്യം ഈ എടവണ്ണപ്പാറ വാഴക്കാട് പഞ്ചായത്ത് ഓരോ സ്ഥലങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. നിങ്ങളെല്ലാറ്റിലും ഒരു പടി മുമ്പിലായിരുന്നു. അതിനേക്കാൾ വലിയ ചുവടുവെപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്താൻ നമുക്ക് സാധിക്കണം. ഉജ്ജ്വലമായൊരു വിജയം നമ്മുടെ യുവ സുഹൃത്തുക്കൾ നൽകിക്കൊണ്ട് ചരിത്രത്തിലെ മറ്റൊരീഹാരം ലഭിക്കണമെന്ന് വിനീതമായി നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ കേട്ടതിന് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളുടെ പ്രിയങ്കരായിട്ടുള്ള കല്ലുവും മാത്തുവുമാണ് ഈ പരിപാടി ആങ്കർ ചെയ്തത്. അവരെ ക്ഷണിച്ചിരിക്കുകയാണ്. നമസ്കാരം എല്ലാവർക്കും. ഉഷാറല്ലേ? ഹലോ, ഉഷാറല്ലേ? സുഖം എല്ലാവർക്കും? ഹാപ്പിയാണോ? ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂവില്ല, പക്ഷെ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് കൂവും. പക്ഷെ മൈക്ക് കൂവിയാലും നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം മൈക്ക് കൂവിയാൽ പോലും ബഹളം ഉണ്ടാക്കുന്ന നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ കൂട്ടത്തിലൊന്നും അങ്ങനെ ഒരാളും ഇല്ല. നമ്മൾ മൈക്ക് കൂവിയാലും മൈക്കിനോട് പരിഭവപ്പെടില്ല, മൈക്ക് ഓപ്പറേറ്ററോടും പരിഭവപ്പെടില്ല. കാരണം നമ്മൾ നിൽക്കുന്നത് വലതുപക്ഷത്താണ്. കല്ലു
എന്റെ വലതുപക്ഷത്ത് ഇപ്പൊ കല്ലുകൂടിയുണ്ട്. അതെ, മാത്തുവിന്റെ വലതുപക്ഷത്ത് ഇപ്പൊ ഞാനും ഉണ്ട്. ആരാധ്യനായ സമദാനി സാഹിബുണ്ട്, അതുപോലെ മുഹമ്മദ് ബഷീർ സാഹിബുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാർ വേദിയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വാക്ക് കിട്ടാണ്ടാവുന്ന ഒരു വേദിയാണിത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസംഗ കല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന പേര് സാക്ഷാൽ സമദാനി മാഷിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഗംഭീരമായിട്ട്, ഇത്രയും ഫ്ലോയില്, ഇത്രയും അനസ്യൂത വാക്കുകൾ പ്രവഹിക്കുന്ന ഒരാൾ വേദിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ നാക്കിന്റെ തുമ്പത്തേക്ക് കറക്റ്റായിട്ട് വാക്കുകൾ വരുമോ എന്നുള്ളൊരു പേടി, ഒരു ശങ്ക തീർച്ചയായിട്ടും ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. അതെ, അത് മാത്രമല്ല, സമദാനി സാഹിബിന്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുമിച്ചിരിക്കാനും അദ്ദേഹത്തിന് മുന്നിൽ കവിത ചൊല്ലാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് നടന്നു വന്നപ്പോൾ തന്നെ ഐസായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന രണ്ടു പേർ, അതുപോലെ നമ്മളിപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വേദിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പേരിട്ടിരിക്കുന്നതിന്റെ തരൂരും ഈട്ടിയും സമദാനിയും എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കറിയാം നമ്മുടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാൾ ഇപ്പോൾ നമ്മുടെ MP ആയിട്ടിരിക്കുന്ന ഇ.ടി. മാഷി ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ഇ.ടി. സാഹിബ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ വന്നു തുടങ്ങിയോ? യെസ്, നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു പിടി മനുഷ്യർ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ കൺമുൻപിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം നമ്മൾ ഇവിടെ എന്തിന് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമുക്കറിയാം. TP അഷ്റഫ് അലി, അദ്ദേഹം നമ്മളുടെ സുഹൃത്താണ്. ഇന്ന് ഈ നാടിന്റെ നായകനാകാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സ്വന്തം അഷ്റഫ് ഖാൻ, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഈ മുൻപിലേക്ക്, നമ്മുടെ വേദിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിക്കഴിഞ്ഞു നമ്മുടെ TP, നമ്മുടെ ഹീറോ. 2 ഹീറോസിന്റെ എൻട്രി ആണെന്ന് എനിക്ക് തോന്നുന്നു. ശശി തരൂർ സാറും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 2 പേരും ഇതാ വേദിയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയോടുകൂടി 2 പേരെയും സ്വാഗതം ചെയ്യാം. യെസ്, നമുക്ക് മുൻപിലേക്ക് വരികയാണ് ലോക മലയാളി മുഖം സാക്ഷാൽ ശശി തരൂർ, നമ്മളുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം TP അഷ്റഫ് അലി സാഹിബിനൊപ്പം നമുക്ക് നിറഞ്ഞ കൈയടികളോട് കൂടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാം. ഗംഭീര കൈയടി പോരാട്ടോ, ഒരു ആവേശ കൈയടി. TPക്കൊപ്പം സാക്ഷാൽ ശശി തരൂർ ഇപ്പോൾ നമ്മളുടെ ഒപ്പം ഇവിടെ പങ്കുചേരാനായിട്ട് വരികയാണ്. 2 പേർക്കും മികച്ച കൈയടികളോട് കൂടിയിട്ട് നമ്മുടെ നാട് മുഴങ്ങട്ടെ. കമാൺ, മുഴുവൻ ആവേശവും എടുത്ത് ഒരു ഉഗ്രൻ ആർപ്പുവിളിയോടുകൂടി അവരെ സ്വാഗതം ചെയ്യാം. 2 ഹീറോസിന്റെ എൻട്രിയാണ് ഇപ്പൊ വേദിയിലേക്ക് നടക്കുന്നത്. എടവണ്ണപ്പാറ ഇത്രയും നേരം കാത്തിരുന്നത് ഈ 2 പേർക്കും കൂടിയാണ്. തീർച്ചയായിട്ടും 2 പേർ ഇപ്പോൾ നമ്മളോടൊപ്പം വേദിയിലുണ്ട്. അവർക്കൊപ്പം ചേരാനായിട്ട് ശശി തരൂരും ഒപ്പം TPയും നമ്മൾക്ക് മുൻപിലേക്ക് വരികയാണ്. 2 പേർക്കും നിറഞ്ഞ കയ്യടികളോട് കൂടിയിട്ട് നമുക്ക് വരവേൽക്കാം. ആവേശ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം 2 പേരെയും, TP ആൻഡ് ശശി തരൂർ. 2 പേർക്കും ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലോകത്തിന് മുൻപിൽ മലയാളി ഏറ്റവും കൂടുതൽ അന്തസ്സോടെ പറയുന്ന ഒരു പേര്, അത് തീർച്ചയായിട്ടും നമ്മളുടെ സ്വന്തം ശശി തരൂർ എന്ന പേരാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടുമുറ്റത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട TPക്ക് ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ പങ്കാളിയാകാൻ വേണ്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖരായ, ഏറ്റവും വിശ്വസ്തതയുള്ള മനുഷ്യർ നമ്മുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഈ നാട് സ്നേഹിച്ച, ഈ നാടിനെ സ്നേഹിച്ച 4 പേർ ഇപ്പോൾ ഒരുമിച്ച് ഒരേ വേദിയിൽ നമുക്ക് കൺമുൻപിൽ കൊണ്ടോട്ടിയെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. എടവണ്ണപ്പാറയുടെ മുഴുവൻ ആവേശം വരട്ടെ. ആവേശ കൈയടി. തീർച്ചയായിട്ടും എടവണ്ണപ്പാറ ഇപ്പോൾ ആവേശക്കടലാകുന്ന നിമിഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു സമദാനി സാഹിബിനെ. ഇനി നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായിട്ട് സമദാനി സാഹിബ് എത്തുന്നു. ഹലോ, നമ്മുടെ ഇരിപ്പിടത്തിന് മുന്നിൽ നിന്ന് പരമാവധി ആളുകൾ മാറി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വേദിയിൽ ഏവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന അബ്ദുസ്സമദ് സമദാനി സാഹിബ് നിങ്ങളോട് സംവദിക്കുന്നു, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ,
ബഹുമാന്യരെ, എല്ലാവരും ഒന്ന് നിശബ്ദരാവണം, പ്രത്യേകിച്ച് വേദിയിൽ. അഭിവന്ദനായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ്, ഇന്ത്യ കാതോർക്കുന്ന നമ്മുടെ ധൈഷണികമായിട്ടുള്ള മൂലധനം, അവർ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യത്വം, ഇന്ത്യൻനെസ് എന്താണ് എന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ മുഴുവൻ അഗാധതയോടെ, സാന്ദ്രതയോടെ തൻ്റെ വാക്കുകൊണ്ട്, തൻ്റെ എഴുത്തുകൊണ്ട്, തൻ്റെ നാവുകൊണ്ട് അടയാളപ്പെടുത്തിയ ഭാരതപുത്രൻ ശ്രീ ശശി തരൂർ അവർകളെ, പ്രഗത്ഭനായ സ്ഥാനാർത്ഥി, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിനുള്ള എല്ലാ യോഗ്യതകളോടെയും നമ്മുടെ മുമ്പിൽ പ്രാപ്തിയോടെ നിലകൊള്ളുന്ന യുവത്വത്തിൻ്റെ, കർമ്മവീര്യത്തിൻ്റെ, നക്ഷത്രവീര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരൻ അഷ്റഫ് അലി, മറ്റ് വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു സന്ദർഭത്തിലൂടെ എത്തിച്ചേർന്ന ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, ബഷീർ സാഹിബ് സംസാരിച്ചു. അല്പം ശ്രീ ശശിജി മുഖ്യമായിട്ടുള്ള ഇടപെടൽ, ചീഫ് ഇൻ്റർവെൻഷൻ നടത്തുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മുഖവരയായിട്ട് പറയുന്നു എന്ന് വിചാരിച്ചാൽ മതി. സമയം അല്പം ദീർഘിച്ചിട്ടുണ്ട്. ശ്രീ ശശി തരൂർ അവർകൾക്കും ഒരുപാട് തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പോകാനുണ്ട്. ഞാനിവിടെ വന്ന് കുറേ നേരമായിട്ട് കാത്തു നിൽക്കുകയാണ്. എനിക്കൊരുപാട് നമ്മുടെ ജില്ല കടന്ന് മറ്റ് ജില്ലകളിലേക്ക് പോകാനുണ്ട്. രാത്രി 10 മണിക്കുമ്പോൾ പരിപാടികൾ അവസാനിപ്പിക്കണം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാനൊരു ദിവസം രാവിലെ 5 മണിക്ക് ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചു. രാവിലെ 5 മണി, വലിയ ജനക്കൂട്ടം. കാരണം എന്താണെന്നറിയോ? ഞാൻ 5 മണിക്ക് പ്രസംഗിക്കുന്നത് വലിയൊരാളുടെ വരവിന് വേദി ഒരുക്കുകയായിരുന്നു. പ്രേം നസീർ വരെയാണ് രാമനാട്ടുകരയിൽ UDF വേണ്ടി തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുകയാണ്. അന്ന് സമയപരിധിയില്ല, 10 മണി. എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഇന്നും ജനങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു താരമാണ് വന്നിരിക്കുന്നത്, ശശി തരൂർ. ശശി തരൂർ താരമാണ് എന്ന് ഞാൻ പറയുന്നത് സ്റ്റാർഡം എന്ന താരപദവിയുടെ അർത്ഥത്തിലല്ല. എനിക്കതിൽ വല്ല താല്പര്യമില്ല. ഞാൻ ഐഡിയാസിൻ്റെ അർത്ഥത്തിലാണ്, ആശയ സ്രോതസ്സിൻ്റെ. നമുക്ക് ആവശ്യം ഇന്ന് ബുദ്ധിപരമായിട്ടുള്ള കരുതലുകളാണ്. ഇന്ത്യ ഇന്ന് ഭരിക്കുന്നവർ സ്വീകരിച്ചിട്ടുള്ള മുദ്രാവാക്യം പലരും മറന്നു കളഞ്ഞിട്ടുണ്ട്. അത് മറക്കാൻ പാടില്ലാത്തതാണ്. സാംസ്കാരിക ദേശീയത എന്നാണ് അവർ പറയുന്നത്, കൾച്ചറൽ നാഷണലിസം. അതവർ ബോധപൂർവം കോയിൻ ചെയ്തെടുത്തൊരു വാക്കാണ്. അതിലൊരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ കുറേ ദുർവ്യാഖ്യാനങ്ങളുണ്ട്, വളച്ചൊടിക്കലുകളുണ്ട്, മിസ്ഇൻ്റർപ്രട്ടേഷൻസ് ഉണ്ട്, തെറ്റായ റോങ് നാരേഷൻസ് ഉണ്ട്, ഡിസ്റ്റോർഷൻസ് ഉണ്ട്. ചരിത്രം കരുവാക്കപ്പെടുന്നുണ്ട്, സംസ്കാരം കരുവാക്കപ്പെടുന്നുണ്ട്. ഇത്ര വലിയ ഒരു പോരാട്ടം നടക്കുമ്പോൾ അതുപോലുള്ള ആശയങ്ങളെ, നെഗറ്റീവായിട്ടുള്ള സംഗതികളെ ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. യാഥാർത്ഥ്യം വരച്ച് കാണിക്കേണ്ടതുണ്ട്. റിയാലിറ്റി, ദ റിയൽ സിറ്റുവേഷൻ. ശ്രീ ശശി തരൂർ പാർലമെൻറ്റിനകത്തും പുറത്തും അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രവർത്തനം അതാണ്. ഇവിടെ വന്ന് അഷ്റഫ് അലിയുടെ തെരഞ്ഞെടുപ്പിൽ ഇത്രയും തിരക്കുള്ള ശശി തരൂർ എടവണ്ണപ്പാറ നമ്മുടെ ഈ പ്രദേശത്ത് വന്ന് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ അതിനുണ്ട് ചില ചേർച്ചകൾ, ചില സമാനതകൾ, ചിന്തകളുടെ, കർമ്മമണ്ഡലങ്ങളുടെ ചില ചേരുവകളുണ്ട്. ഞാൻ നീട്ടിപ്പറയുന്നില്ല, ചുരുക്കുകയാണ്. നമുക്കിന്ന് ആവശ്യം
വിശാലമായിട്ടുള്ള മതേതരത്വത്തിൻ്റെ പൊതുവേദിയാണ്. ഇന്ത്യൻ ജനതയെ കോർത്തിണക്കുന്ന ആശയങ്ങളാണ്. പണ്ടത്തെ പോലെ ഒരു സൂഫി നാട് കാണാൻ പോയൊരു കഥയുണ്ട്. കഥയെല്ലാം ഉണ്ടായതാണ്. ചിലത് കഥ എന്ന് പറയാറുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റോറി, ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്. ആ സൂഫി ഒരു കടകഥാ നായകനല്ല. ബാബ ഫരീദ് ഗഞ്ച് ഷക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പഞ്ചാബിലാണ് അദ്ദേഹത്തിന്. ഇന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്തിയ സൂഫിയാണ്. പഞ്ചാബി ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച സൂഫിയാണ് ബാബ ഫരീദ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ധാരാളം സൂക്തങ്ങൾ ഗുരു ഗ്രന്ഥ സാഹിബിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഞാൻ ഡൽഹിയിലൂടെ നടക്കുമ്പോൾ ശശി തരൂർ വരച്ച് കാണിക്കുന്ന ഇന്ത്യ, ആ ഇന്ത്യയുടെ സൗന്ദര്യം, ആഴം, അഴക് ഞാൻ കണ്ടിട്ടുള്ള ചില മുഖങ്ങളുണ്ട്. അതിലൊന്ന് ടാക്സി ഡ്രൈവർമാരായിട്ടുള്ള സർദാർജിമാരാണ്, സിഖുകാരാണ്. കണ്ടാൽ തോന്നും ആചാനബാഹുക്കളായിട്ടുള്ള താടിയും ജടയൊക്കെ പിടിച്ച ആളുകൾ, പക്ഷെ പരമസാധുക്കൾ. ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഉജ്ജ്വല പ്രതീകങ്ങളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഡൽഹിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ബോംബെയിൽ ഈ ടാക്സി ഡ്രൈവർമാരോട് ബാബ ഫരീദ് എന്നൊന്ന് പറഞ്ഞു നോക്കണം. ആ ഒരു ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങളെ ആദരിക്കും. കാരണം ലോകത്ത് പുസ്തകത്തെ ആരാധിക്കുന്ന ഒരു മതമേ ഉള്ളൂ, അത് സിഖ് മതമാണ്. ആ സിഖ് മതത്തിൻ്റെ പവിത്ര ഗ്രന്ഥമായിട്ടുള്ള ഗുരു ഗ്രന്ഥ സാഹിബിൽ ബാബ ഫരീദിൻ്റെ നിരവധി സൂക്തങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പടി അങ്ങ് ചേർത്തിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യ. ഈ ബാബ ഫരീദ് ഒരു നാട് കാണാൻ പോയ സംഭവമാണ് ഞാൻ പറയണത്. അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ ആളുകളൊക്കെ തീരുമാനിച്ചു എന്ത് കൊടുക്കണം. അവ എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ അവരെ നാട് കത്രിക ഉണ്ടാക്കുന്ന നാടാണ്. കത്രിക അതുപോലുള്ള ആയുധങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. പഴയ ഒരു കുടിൽ വ്യവസായം പോലെ. ഇന്ത്യയിൽ ഇതൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. ഈ തിരുനാവായിൽ നടക്കുന്ന മാമാങ്കം അത് യഥാർത്ഥത്തിൽ വ്യവസായോത്സവം കൂടിയായിരുന്നു. ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ ഭാരതപ്പുഴയിലൂടെ കൊണ്ടുവന്നിട്ട് ചന്തക്ക് വിൽക്കുകയായിരുന്നു. അതാണ് മാമാങ്കം. അങ്ങനെയുള്ള പുരോഗതിയൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു നമ്മുടെ നാട് കാണാൻ വരുന്ന അതിഥിക്ക് നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട സാധനം തന്നെ കൊടുക്കുക, ഒരു കത്രിക സമ്മാനിക്കാം. എല്ലാവരും കൂടി ഒരു വെള്ളി തളികയിലാക്കി കത്രിക ഷെയ്ഖ് അജ്മീറിലെ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ശിഷ്യനായ കുത്തബുദ്ദീൻ ബഖ്തിയാർ കാക്കിയുടെ ശിഷ്യനാണ് ഈ ബാബ ഫരീദ്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സുപ്രസിദ്ധനായ നിസാമുദ്ദീൻ ഔലിയ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഡൽഹിയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലം നിസാമുദ്ദീൻ. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. അപ്പോൾ ഇത് ഈ കത്രിക തിരിച്ചും മറിച്ചും നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുകൊണ്ട് എനിക്കെന്ത് കാര്യം, ഇത് വെട്ടാനും മുറിക്കാനുമാണ്, ഞാൻ കൂട്ടിച്ചേർക്കാൻ വന്നവനാണ്, ഞാൻ കൂട്ടിച്ചേർക്കാൻ. എനിക്ക് വെട്ടാനും മുറിക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് സൂചിയുണ്ടോ ആരുടെയും കയ്യിൽ, സൂചി കൊണ്ടുവന്ന് തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു കുട്ടി വീട്ടിലേക്ക് ഓടി, അമ്മേ നാട് കാണാൻ വന്ന സൂഫി ചോദിക്കുന്നു സൂചി. പണ്ട് സൂചി നമ്മുടെ മാതാക്കളുടെ മടിത്തട്ടിലായിരുന്നു. ശശി തരൂരിയുടെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ആദ്യം കണ്ടുമുട്ടുന്നത് തുഞ്ചൻ മഠത്തിലാണ്. മഹാനായ MT വാസുദേവൻ നായർ അദ്ദേഹത്തെ തുഞ്ചൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ അമ്മ സമേതം അദ്ദേഹം തുഞ്ചൻ പറമ്പിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ശശി തരൂർ യഥാർത്ഥത്തിൽ ഇന്ത്യ മുഴുക്കെ സൂചിക്കുഴ തേടി നടക്കുന്ന, ഇവിടുത്തെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന കണ്ണിയാണ്. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് ഇവിടെ നിർവഹിക്കുന്ന ദൗത്യം. ബഷീർ സാഹിബ് വലിയ വാക്കുകളോടെ പറഞ്ഞു. അതിന് നമ്മുടെ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ബഷീർ സാഹിബ് അതാണ്. നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ അഷ്റഫ് അലി ഈ നാടിനെ, ഈ കൊണ്ടോട്ടിയെ ഇനി ഒരു വികസനത്തിൻ്റെ, പുരോഗതിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നയിക്കുമ്പോൾ ജനങ്ങളെ കൂട്ടിച്ചേർക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അഷ്റഫ് അലി നല്ല യുവത്വമാണ്, നല്ല കർമ്മമാണ്. ദേശീയ രംഗത്തും പ്രവർത്തിച്ച് പരിചയമുള്ള ചെറുപ്പക്കാരനാണ്. കരുത്തുറ്റ തോളുകളാണ്, സമ്പന്നമായിട്ടുള്ള ആശയങ്ങളാണ്, സേവന നിരതമായിട്ടുള്ള കരങ്ങളാണ്. ഞാൻ അഷ്റഫ് അലിക്ക് നിങ്ങളുടെ ഒക്കെ ഈ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ശശി തരൂർജിയെ ഒരു കാവ്യശകലം കൊണ്ട്
സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വലിയ അത്ഭുതമാണ് ശശി തരൂർ ഒരു ലോക്സഭാ അംഗമാണ്. ഇപ്പോഴും ഒരാഴ്ച 5-6 ലേഖനം എഴുതും. എനിക്ക് അയച്ചു തരാറുണ്ട് എല്ലാ ആഴ്ചയും. ഒരാഴ്ച 5-6 ലേഖനം. ഇതിൻ്റെ ഇടയിലും പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. തുടർച്ചയായ എഴുത്താണ്. ഉണങ്ങാത്ത മഷിയുള്ള തൂലികയാണ്, വരണ്ടു പോകാത്ത മഷിയുള്ള തൂലികയാണ്. അത്രയും ശക്തമായ എഴുത്താണ്, ശക്തമായ വാക്കാണ്. അത് ഇന്ത്യയെ ഇനിയും ശക്തിപ്പെടുത്തും. ഞാനൊരു കാവ്യശകലം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. സുനാ ഹേ ഖാക്ക് സേ തെരി നുമൂദ് ഹെ ലേക്കിൻ, സുനാ ഹേ ഖാക്ക് സേ തെരി നുമൂദ് ഹെ ലേക്കിൻ തെരി സരിഷ്ത് മഹേ കൗകബി വ മെഹ്താബി. നിന്നെക്കുറിച്ച് കേട്ടത് നീ മണ്ണെന്ന് വന്നു എന്നാണ്, മനുഷ്യൻ മണ്ണെന്നാണ് വന്നത്. പക്ഷെ നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നു നീ ചന്ദ്രപ്രഭയും നക്ഷത്ര വീര്യവും കടം കൊണ്ടവനാണ്. ഇത്ര മതിയാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ബഷീർ സാഹിബ് തുടക്കം കുറിച്ച നല്ല വാക്കുകളോടെ തുടങ്ങിയ ഈ പരിപാടിയിൽ ശശി തരൂർജി സംസാരിക്കും. നമ്മുടെ ആങ്കർമാരായിട്ടുള്ള 2 ചെറുപ്പക്കാരുണ്ട്, കല്ലു മാധു. അവർ വിദഗ്ധരാണ്, വളരെ വിദഗ്ധരാണ്. അവരോടകത്ത് കവിതയുണ്ട്, കലയുണ്ട്, സഹൃദയത്വത്തിൻ്റെ വറ്റാത്ത അരുവികളുണ്ട്. അത് അവർ ഒഴുക്കിവിടും. ഞാൻ അവർക്ക് മൈക്കേൽപ്പിക്കുന്നു. അതായിരിക്കും നന്നാവുക. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ സാഹിത്യത്തിൽ ഏറ്റവും ഗംഭീരമായി അങ്ങേയറ്റം മനോഹരമായി സംസാരിക്കുന്ന 2 അത്യുജ്വല പ്രതിഭകളുടെ മുൻപിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ നിമിഷത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം, അനുഗ്രഹം എന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചു കൊള്ളട്ടെ. സമദാനി സാഹിബിന്റെ നല്ല വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ ഒരു അഹങ്കാരം എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ശശി തരൂരിന് വോട്ട് ചെയ്തിട്ടുള്ള ശശി തരൂരിൻ്റെ മണ്ഡലത്തിൽ നിന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പിന്നെ മൂപ്പർക്ക് നല്ല പ്രായമുള്ളത് കൊണ്ട് ഏറ്റവും ആദ്യം തന്നെ സമദാനി സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ചെറുപ്പക്കാരെന്ന്, അത് മൂപ്പർ എന്നെ ഉദ്ദേശിച്ചാണ്. കാരണം ശശി തരൂരിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള, സമദാനി സാഹിബിന് മുമ്പിൽ കവിത ചൊല്ലാൻ കഴിഞ്ഞിട്ടുള്ള കല്ലു എന്ന് പറയുന്നത് അത്രയും പ്രായമുള്ളതിന്റെയാണ്. അപ്പൊ അതിന്റെ ഒരു ബഹുമാനം നിങ്ങൾക്ക് എന്തായാലും കാണിക്കാം. മൂപ്പര് ഈ കാണുന്ന നര എന്ന് പറയുന്നത്, ആ കാണുന്ന നര എന്ന് പറയുന്നത്, ആ കാണുന്ന നര എന്ന് പറയുന്നത് ഇത് എക്സ്പീരിയൻസ് കൂടിയാണ്. യെസ്, എന്തായാലും നമുക്ക് അതവിടെ നിൽക്കട്ടെ. നമുക്ക് കല്ലു കല്ലു യെസ്, നരത്തിളക്കമാണ്, അറിയില്ലേ തോന്നുന്നു. ഒരു സംശയം വേണ്ട. നര ജ്ഞാനത്തിന്റെ ലക്ഷണമാകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ആ നര, ആ ജ്ഞാന നരയുള്ള ഒരു പിടി മനുഷ്യൻ നമ്മളോടൊപ്പം ഉണ്ട്. ശരിക്കും ഉണ്ടല്ലോ, ശശി തരൂർ സാറും സമദാനി സാറും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നത്, മുഹമ്മദ് ബഷീർ സാർ ഇവിടെ ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, കഴിച്ചില്ലായി. അല്ലെങ്കിൽ ഇവന്നെ എടുത്ത് ഉടുത്തേനെ. യെസ്, 1983 കപിൽ ദേവ് കപ്പ് ഹോക്കിയ കാലത്ത് മൂപ്പര് ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നേ. യെസ്, എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നതല്ല, അതിലും പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സംസാരം ചുരുക്കുക, എന്നിട്ട് അവരിലേക്ക് മൈക്ക് കൊടുക്കുക, അവരെ സാഹൂതം കേട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ രണ്ടുപേരുടെയും ഈ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ വിളിക്കുന്നത് ഏതെങ്കിലും ഇംഗ്ലീഷുകാരെയല്ല, ശശി തരൂരിനെയാണ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത്രയും എനിക്ക് അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ട്വിറ്ററിലും നമ്മൾ കൃത്യമായിട്ട് കാണുന്നതാണ്. അവർ അതെ, അത് കൃത്യമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഒരു വാചകത്തിന് അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പദം ഇല്ലെങ്കിൽ നമുക്ക് ശശി തരൂരിനോട് ചോദിക്കാം എന്നുള്ളതാണ് ഇന്ത്യ മുഴുവൻ മുഴങ്ങുന്ന ഒരു വാചകം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഏറ്റവും ഭംഗിയായിട്ട് എഴുതുക, ഏറ്റവും ഭംഗിയായിട്ട് പ്രസംഗിക്കുക. ഞങ്ങളുടെയൊക്കെ കഞ്ഞിയിൽ പാറ്റയിടുമെന്ന് ഞാൻ പേടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ശശി തരൂർ സാർ ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചു. ഞാനിങ്ങനെ, മൂപ്പർക്ക് ഇതും അറിയാവോ? കാരണം അത്രയും മനോഹരമായിട്ട്, അത്രയും ഫൺ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു ആ സ്റ്റാൻഡപ്പ് കോമഡി അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പോൾ കൈവയ്ക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചെയ്യാൻ അറിയാവുന്ന ശശി തരൂർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. സർ, ഞങ്ങളെ വാക്കുകൾ കൊണ്ട് അനുഗ്രഹിച്ചാലും.
സമദാനി സാഹിബും നിങ്ങൾ രണ്ടാളും നല്ല വാക്കുകൾ കേട്ട ശേഷം എനിക്ക് എന്താ പറയേണ്ടതെന്നൊരു പിടുത്തമില്ല. എന്ത് ചെയ്താലും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. എന്തായാലും അവരാവശ്യപ്പെട്ട പോലെ ഞാൻ ഇംഗ്ലീഷല്ല സംസാരിക്കാൻ പോകണം. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന എൻ്റെ വലിയ യോഗ്യതയില്ലാത്ത സാധാരണ മലയാളത്തിൽ ഞാൻ 2 വാക്ക് പറയട്ടെ. ആദ്യം ശ്രീ സമദാനി പറഞ്ഞ ആ ഇൻട്രഡക്ഷനെ എനിക്ക് നല്ലൊരു അഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ് എൻ്റെ ഇന്നത്തെ ദിനത്തിൻ്റെ പ്രചരണം. കാരണം ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയത് മലപ്പുറത്ത് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ഒപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് ഇന്ന് രാവിലെ ഒരു ഹിന്ദു തറവാടിലാണ്. ഞാൻ അവിടെ പോയി. ഞാൻ അറിയപ്പെടുന്ന ഒരു മുൻ നയന്ത്ര ഫോറിൻ സെക്രട്ടറിയായി സേവനം ചെയ്ത ഒരു മഹിളയുണ്ട്, നിരുപ്പമ്മ മേനൻ. അവരുടെ വീട്ടിലത്തെ വീട്ടിലെ മെമ്പാട്ട് തറവാടാണ് ആരംഭിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് തിരുരങ്ങാടിയിൽ. അവിടെ പോയി ഇതിനെക്കാട്ടിൽ ചെറിയ കൂട്ടായ്മയാണെങ്കിൽ ഒരു 350 ആൾക്കാരുള്ള വിദ്യാർത്ഥികളുള്ള ഒരു 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 ഇൻറ്ററാക്റ്റീവ് സെഷൻ, അതിലൊരു ചോദ്യങ്ങളും ഉത്തരത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീ KP ഹുസൈൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതേ ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. ദുബായിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരനാണ്. അദ്ദേഹം ഇവിടെ താമസിക്കുന്നു. അദ്ദേഹത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇടയിൽ എത്തിയിരിക്കണം. എല്ലാവരെയും എന്നിട്ട് ഉച്ചയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് അഷ്റഫ് അലിയോടൊപ്പം നമ്മൾ സംസാരിച്ച ശേഷം പോകുന്നത് PK ബഷീറിൻ്റെ അവിടെയാണ്, എറണാകുളം. എല്ലാവരെയും കാണുന്നത് ഈ 4 പേരും എൻ്റെ പാർട്ടി അംഗങ്ങളല്ല. എല്ലാവരും എൻ്റെ ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ്. പക്ഷെ അവരെല്ലാവരുടെയും മൂല്യങ്ങളും എൻ്റെയും ഈ വിഷയത്തിൽ, സമദാനി പറഞ്ഞ വിഷയത്തിൽ ഒരേപോലെയാണ്. നമ്മൾ രാജ്യത്തിനെ ഭിന്നിക്കുന്ന ഏത് കാര്യത്തൊന്നും നിൽക്കില്ല. നമ്മൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടും എല്ലാ സമുദായത്തിൻ്റെ ആ ഭൗസ്വരതയ്ക്ക് വേണ്ടിയിട്ടും എല്ലാവരും സുഖമായിട്ട് അവർ സ്വന്തം രീതിയിൽ ജീവിച്ചിട്ട് ഭാരതത്തിനെ ആ സൂചി എടുത്തിട്ട് തുന്നിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഞങ്ങളെല്ലാവരുടെയും. അതുകൊണ്ടാണ് എനിക്ക് അത്രത്തോളം സന്തോഷത്തോടെ അവർക്ക് വേണ്ടിയിട്ടും അവരൊപ്പം ഇറങ്ങാൻ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ അഷ്റഫിനെ നേരത്തെ കണ്ടിരിക്കുന്നത് ഒരു ഇതിനേക്കാളും ചെറുപ്പമായ ഒരു വിദ്യാർത്ഥി ലീഡറായിട്ടാണ്, സ്റ്റുഡൻറ് ലീഡറായിട്ടാണ്. അദ്ദേഹം MSFൻ്റെ അധ്യക്ഷനായിരുന്നു. ആ സമയത്ത് എൻ്റെ ഡൽഹി മീറ്റിലും കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് നമ്പർ 2 ആയിരുന്ന സാജു ഉണ്ടല്ലോ, MSFൻ്റെ പ്രസിഡൻ്റായിട്ടും. എല്ലാ കാര്യത്തിലും നമ്മളുടെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ നിൽക്കുന്ന മൂല്യങ്ങൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഇറങ്ങുമ്പോൾ അത് ഡൽഹിയിലായാൽ ശരി, കേരളത്തിലെ ഏത് ഭാഗമായാൽ ശരി, എൻ്റെ പിന്തുണയും എൻ്റെ പ്രോത്സാഹനം എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അതൊരു ആരംഭം മാത്രമാണ്. പക്ഷെ അതിന് വേണ്ടി മാത്രമല്ല ഞാൻ അഷ്റഫലിക്ക് വേണ്ടി സംസാരിക്കുന്നത്. അദ്ദേഹം ശരിക്കും ഒരു പുതിയ തലമുറയുടെ ഒരു മുഖമാണ്. എനിക്ക് വലിയ സന്തുഷ്ടമാണ്. ഞങ്ങളുടെ UDF സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ മുതിർന്ന നേതാക്കളുണ്ട്, നല്ല അനുഭവം ചെയ്യുന്ന, നല്ല കുറേ വർഷങ്ങൾ ചിലർ മന്ത്രിയൊക്കെ ആയി പ്രവർത്തിച്ച ശേഷം വീണ്ടും മത്സരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾക്ക് നമ്മുടെ ഘടകകക്ഷി പാർട്ടികളിലും ഞങ്ങളുടെ പാർട്ടിയിലും ചില യുവ മുഖങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ അത്യാവശ്യമാണ് ഭാവിക്ക്. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളാണ് ഒറ്റ മുന്നണി. ഈ 3 മുന്നണിയുടെ മത്സരത്തിൽ ഞങ്ങൾ ഒറ്റ മുന്നണി നാളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതാണ് എല്ലാം വെച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ 10 വർഷക്കാലത്തിൻ്റെ ദുർഭരണത്തിൻ്റെ കാരണം ഈ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി ഒരു ദയനീയ അവസ്ഥയിലെത്തി. സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, നമ്മൾക്കിപ്പോൾ ഞാൻ ഇന്ത്യയും ലോകം മുഴുവൻ കേരള മോഡലിനെ കുറിച്ച് പ്രസംഗിച്ച് നടത്തൊരു വ്യക്തിയാണ്. ഈ കേരള മോഡൽ പോയിട്ടൊരു കടത്തിൻ്റെ മോഡലായി മാറി വന്നിട്ടുണ്ട്. ഇവർ കടമെടുത്ത് നമ്മളെ മുങ്ങിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും അവർക്ക് ശമ്പളം കൊടുക്കാൻ കൂടി കാശിൽ വീണ്ടും കടമെടുക്കുന്നത്, ഓണം ബോണസ് കൊടുക്കാൻ അവർ കടമെടുക്കുന്നത്. ഈ കടം ആരാ വീട്ടാൻ പോകുന്നത്? നിങ്ങളും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ പേരക്കുട്ടികളും തലയിലേക്ക് കിട്ടിയിരിക്കുന്ന ഈ കടം. അപ്പം നിങ്ങൾ നോക്കിയാൽ അവരെല്ലാ വർഷത്തിൻ്റെ ബഡ്ജറ്റ് പഠിച്ചോളൂ. അവർ കടത്തിൻ്റെ പലിശയ്ക്ക് വേണ്ടിയിട്ടും പെൻഷന് വേണ്ടിയിട്ടും വികസനത്തിനെയും കാട്ടി 2 ഇരട്ടി ചിലവാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ സംസ്ഥാനം പഴിക്കും? എങ്ങനെ വികസനം വരും നമ്മുടെ കേരളത്തിൽ? കാണുന്ന ഹൈവേസൊക്കെ ആരാ കൊണ്ടുവരും? PWD അല്ല, ഹൈവേ വന്നതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ വഴിക്കാണ്. അതും നമ്മളുടെ ടാക്സ് പണം തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ സർക്കാരിന് വികസനം ചെയ്യാൻ കൂടി കഴിവില്ല. അവരുടെ
ഓരോരോ ചെറിയ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയ ശേഷം നമ്മളുടെ യുവ മലയാളികളൊക്കെ ഈ സംസ്ഥാനം വിട്ടിട്ട് അന്യ നാടുകളിലും അന്യ സംസ്ഥാനത്തും അന്യ രാജ്യങ്ങൾക്കും പോകുന്നു. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു എവിടെ തൊഴിലവസരം, എവിടെ ജോലി സാധ്യത, എല്ലാം വെളിയിലല്ല, പിന്നെ ഞങ്ങൾ വെളിയിൽ പോകുന്നു. ആ സ്ഥിതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു വലിയൊരു കടമയാണ് നാളെക്കുറിച്ച് ചിന്തിക്കാൻ, കേരളത്തിൻ്റെ ഭാവിയെ സംരക്ഷിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ ആഗ്രഹമാണ് ഈ സമയം നമ്മൾ നാളെക്കുറിച്ച് ചിന്തിക്കുന്നു പറയുന്നത്. നാളത്തെ ആവശ്യം, ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ എന്താ പഠിക്കുന്നത്, ആ പഠിപ്പിന് വല്ല ഉപയോഗമുണ്ടോ, അതോടെ അവർക്ക് സാധ്യതകളുണ്ടോ. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് സ്ഥാപിച്ച ഒരു ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ് ഉണ്ടായിരുന്നു. 6 വർഷം ഞാൻ നയിച്ചു. ഞങ്ങൾ ഒരിക്കലും ഒരു സർവേ നടത്തി കേരളത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനിടയിൽ 10,000 ആൾക്കാർ കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരോട് ചോദിച്ചു എന്തായിരുന്നു അവരുടെ അനുഭവം, എന്താ അവർ ഇപ്പോഴത്തെ നിലവിലുള്ള ചെയ്യാൻ നോക്കാം. 66% എന്താ പറഞ്ഞ അവരുടെ നിലവിലുള്ള ജോലികളിൽ അവർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രീൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അവർ പഠിച്ചത് ജോലിക്ക് ഒരു ഉപയോഗമില്ല. ആ സ്ഥിതിയിൽ വിചാരിക്കുക നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും. ഒന്നുമല്ലെങ്കിൽ അവർ പഠിച്ചതിനൊരു റെലവൻസ് ഇല്ല ഇന്നത്തെ ലോകത്തിൻ്റെ എഞ്ചിനീയറിംഗിൽ. അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് തരാൻ പോകുന്ന ജോലികൾക്ക് ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. അത് അവർ പഠിച്ചതൊക്കെ നഷ്ടമായി പോയി. അവർ അച്ഛനമ്മയും ചില കാശ് ചിലവാക്കി അവർ പഠിപ്പിച്ച് ഡിഗ്രി മേടിച്ച് കൊടുത്തു. പക്ഷേ അതും അവർ ജോലിയിൽ ഒരു ബന്ധമില്ല. ഇതാണ് ഞങ്ങൾ കാണുന്നത്. നമ്മളുടെ വിദ്യാർത്ഥികൾ തന്നെ ഗ്രാജുവേറ്റ് സ്റ്റഡീസൊക്കെ ചെയ്യാൻ വേണ്ടി വേഗം ഇന്ത്യ വിട്ടിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് അവരോട് ചോദിച്ചാൽ ഇന്ത്യയല്ല, കേരളം വിട്ടിട്ട് പോകണം. ചിലർ ബാംഗ്ലൂരിൽ പോകണം, ചിലർ തമിഴ്നാട്ടിൽ പോകണം, ചിലർ വിദേശത്തേക്ക് പോകണം. പക്ഷെ അവർ പറയുന്നത് അവർക്ക് ഇഷ്ടം പ്രകാരം അവർക്ക് പഠിക്കാൻ ആവശ്യമുള്ള അവർക്ക് ഉപയോഗം തോന്നുന്ന കോഴ്സുകൾ കേരളത്തിലില്ല. ഞാൻ ഓർക്കുമായിരുന്നു 5 വർഷം മുമ്പ് ഞാനായിരുന്നു UDFൻ്റെ പ്രകടന കമ്മിറ്റി ചെയർമാൻ, മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ. അതിൽ ഞങ്ങൾ പ്രകടന പത്രിക എഴുതാൻ വേണ്ടി അതിൽ ഞങ്ങൾ ഒരു കാര്യം പ്രപ്പോസ് ചെയ്തത് ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ. എന്തായിരുന്നു ആ കോൺസെപ്റ്റ്? ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഇത് അധ്യാപകരുടെ മാത്രമല്ല, ഇതിൽ നമ്മൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തണം. ഈ കമ്മീഷനിൽ അവരുടെയും അഭിപ്രായം അറിയണം. അവർ അച്ഛനമ്മമാരെ ഉൾപ്പെടുത്തണം. കാരണം കുറച്ച് പേരൻറ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ലെങ്കിൽ അവരും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഈ കുട്ടികളുടെ ഭാവിയിൽ. എന്നിട്ട് അതിൻ്റെ ഒപ്പം എംപ്ലോയേഴ്സ്, ജോലി തരുന്നവരെ അതിൽ ഉൾപ്പെടുത്തണം. എന്താണ് മാർക്കറ്റ് പ്ലേസിന് ആവശ്യം. ഇന്നലെ ഇവരെല്ലാവരും അഭിപ്രായം എടുത്തിട്ടാണ് നമ്മൾ ചില റിഫോംസ് പ്രപ്പോസ് ചെയ്യാൻ ആവശ്യമുള്ളത്. ഞങ്ങൾ ഇലക്ഷൻ തോറ്റു 5 വർഷം മുമ്പ്. സമയത്ത് LDFകാർ എൻ്റെ ഈ ഐഡിയ എടുത്തിട്ട് ആ ഒരേ പേര് വെച്ചിട്ട് കേരള ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞൊന്നും ചെയ്തില്ല. അവർ അധ്യാപകരെ മാത്രം നിർത്തി. അവിടെ നിന്ന് ഇവിടുന്ന് ഒരു 3-4 വൈസ് ചാൻസലർമാരെ വിളിച്ചിട്ട് റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് എന്ത് പറ്റി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അതിൻ്റെ എന്താണ് എഫക്റ്റ്, അതിനെ അവർ നടപ്പിലാക്കിയിട്ടുണ്ടോ? വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് നമുക്ക് ഇതൊക്കെ മാറ്റണം. ഞാൻ പ്രതിപക്ഷ നേതാവ് സതീശോട് സംസാരിക്കുകയായിരുന്നു. നമ്മൾ ഭരണത്തിൽ വരുമ്പോൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഉപയോഗമുള്ള കോഴ്സസ് കൊണ്ടുവരണം. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയി ശരി, മെഷീൻ ലേണിംഗ് ആൻഡ് റോബോട്ടിക്സ് ആയി ശരി, പുതിയ ഫീൽഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ബയോടെക്നോളജി എല്ലാവരും കേട്ട വാക്കാണ്. പക്ഷേ ബയോജെനറ്റിക്സ് ഒരു പുതിയ ഫീൽഡാണ്. ജെനറ്റിക്സ് എന്താണ്? നമ്മുടെ രക്തത്തിൽ ഒഴിക്കുന്ന ദൈവം തരുന്ന അല്ലാതെ തരുന്ന ഈ ജെനറ്റിക് പൂളുണ്ടല്ലോ, അത് കേരളത്തിൽ ഭയങ്കരമാണ്. കാരണം നമ്മുടെ രക്തത്തിൽ എല്ലാ ഭാഗത്തിനും ആൾക്കാരുണ്ട്. ഇവിടെ അറബുകാർ എത്തിയിട്ടുണ്ട്, പേർഷ്യൻസ് എത്തിയിട്ടുണ്ട്, യൂറോപ്യൻസ് എത്തിയിട്ടുണ്ട്, ചൈനീസ് അടക്കം എത്തിയിട്ടുണ്ട്, നോർത്ത് ഇന്ത്യൻസ് എത്തിയിട്ടുണ്ട്, ദ്രവിഡിയൻസ് ഉണ്ട്, ആഫ്രിക്കന്മാരുണ്ട്, അറബുകൾ ഓഫ് കോഴ്സ് 3000 വർഷമായിട്ട് വരാൻ തുടങ്ങി. ഈ ജനറ്റിക് മിക്സ്ചറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി റിസർച്ച് ചെയ്ത് ഉപയോഗിക്കുക, ഓരോരോ പുതിയ രോഗങ്ങളെ ചികിത്സിക്കാനുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ബയോജെനറ്റിക്സ് ഒരു പുതിയ മേഖലയാണ്. അത് കേരളത്തിൽ ആരും പഠിപ്പിക്കുന്നില്ല. നമ്മളത് കൊണ്ടുവരും. ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് 21ാം നൂറ്റാണ്ടത്തിൽ തയ്യാറാകാനുള്ള അവസരങ്ങളുണ്ടാകും. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ ആഗ്രഹമാണ് അവർക്ക് തൊഴിലവസരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാതിൽ തുറന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കണം. കേരളത്തിൻ്റെ വലിയ കുഴപ്പമാണ് സർക്കാർ വെറും നമ്മളെ ടാക്സ് ചെയ്തിട്ടും കടമെടുത്തിട്ടും ഒന്നുമല്ലെങ്കിൽ റെമിറ്റൻസ് വിദേശത്തിന്, അല്ലെങ്കിൽ ലോട്ടറി, അല്ലെങ്കിൽ ലിക്കറിൻ്റെ ലൈസൻസ് വിറ്റിട്ടാണ് അവർ കാശുണ്ടാക്കി ഭരിക്കുന്നത്. അത് നടക്കില്ല. നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേബിൾ റവന്യൂ ബേസ് വേണം. അതിനർത്ഥം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, സംസ്ഥാനം വളരണം.
വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ആ തൊഴിലവസരങ്ങളോടൊപ്പം നമ്മൾ ആൾക്കാർ കൂടുതൽ ടാക്സ് കൊടുക്കുള്ളൂ. ആ ടാക്സ് കിട്ടിയിട്ട് സംസ്ഥാനത്തിൻ്റെ റവന്യൂ ബേസ് കൂടുള്ളൂ. അതോടെ കൂടുതൽ വികസനം, കൂടുതൽ സഹായം, കൂടുതൽ സാമൂഹിക വെൽഫെയർ എല്ലാം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ പൊളിഞ്ഞു പോകുന്ന ഒരു മോഡലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് ആവശ്യമുള്ളത് നമ്മളുടെ ഈ സംസ്ഥാനത്തിൽ പല റെഗുലേഷൻസ് ചുരുക്കണം. നമ്മളുടെ ബ്യൂറോക്രസിയെ കുറച്ച് ഡിസിപ്ലിൻ ചെയ്യേണ്ടി വരും. ഞാൻ പറയാം, ഓരോരോ ഫയൽ 4 പേര് ഒപ്പിടുന്ന രീതിയൊക്കെ നമുക്ക് മാറ്റാനുള്ള സമയമായിരിക്കും. അതൊക്കെ ബ്രിട്ടീഷുകാർ 150 വർഷം മുമ്പ് നമ്മളെ പഠിപ്പിച്ചതാണ്. പക്ഷേ എന്താണ്, മറ്റേ രാജ്യങ്ങളിൽ 1-2 നിമിഷത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ഈ നാട്ടിൽ 10 മാസമൊക്കെ എടുക്കണം. ഒരാൾ ഫയൽ ഒപ്പിടാനുള്ള ആൾ മേശയിലില്ല. ആ ഫയൽ 3-4 ദിവസം ഇരിക്കും. പിന്നെ അദ്ദേഹം ഒപ്പിടുമായിരിക്കും. പക്ഷെ രണ്ടാമത്തെ ആൾക്ക് ഒപ്പിടാനുണ്ട്. അദ്ദേഹം അവധിയിലാണ്. അദ്ദേഹം 1 മാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒപ്പിടുന്നു. 3-ാമത്തെ ആൾ ഏതോ ഒരു വേറെ ഡ്യൂട്ടിക്ക് ട്രാൻസ്ഫർ ആയി പോകും. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം തീരുമാനിക്കാൻ കൂടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആരാണ് ഈ സംസ്ഥാനത്തിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും? നമ്മൾ ഈ അടുത്ത പക്ഷം സർക്കാർ പറയുന്നു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അവർ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ്? ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ബിസിനസ്സുകാരോട് ചോദിക്കും, അവർ പറയുന്നത് അവരൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇനിയും 20 ആപ്ലിക്കേഷൻ കൊടുക്കണം ഓരോരോ ലൈസൻസിനും പെർമിറ്റിനും ഒക്കെ. അപ്പോൾ അത് ഇങ്ങനെ സിംഗിൾ വിൻഡോ ആയി. നമ്മളിതിനൊക്കെ മാറ്റിയിട്ട് ഈ നാട്ടിൽ എളുപ്പത്തിൽ ബിസിനസ് ആരംഭിക്കാൻ നമ്മൾ സഹായിക്കാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ സ്ഥിതിയിൽ സിംഗപ്പൂരിലോ അമേരിക്കയിലോ നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപിക്കേണ്ടത് 3 ദിവസമുണ്ട്. കേരളത്തിൽ 236 ദിനം. ഇതെന്താണ്? എങ്ങനെ നമ്മളിന്ന് പഴയ്ക്കാൻ പോകും? അപ്പം ഞാൻ നേരിട്ട് പറയാം, ഇതെല്ലാം മാറ്റാൻ പോവുകയാണ്. അത് നമ്മൾ യുവ ഓൺട്രപ്രനേഴ്സിനും അവർക്കും ചെറിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഇത്തവണ ഇങ്ങനെ പുതിയ സ്റ്റാർട്ടപ്സ് ചെയ്യാൻ ഒരു വയബിൾ കോൺസെപ്റ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ പലിശ രഹിതമായിട്ട് നിങ്ങൾക്ക് തരും. ഞങ്ങളുടെ ഉദ്ദേശമാണ് നമ്മൾ എല്ലാം കൂടി ചേർത്തിട്ട് ഭയങ്കര ഒരു വെൽനസ് സെന്റർ ആവാൻ സാധിക്കും. മെഡിക്കൽ ടൂറിസം ഇപ്പോഴത്തേക്കും 10 ഇരട്ടി ചെയ്യാൻ സാധ്യതയുണ്ട് സംസ്ഥാനം. പിന്നെ ഒരു രീതിയിൽ നമ്മൾ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളതിനെ നമ്മളൊരു പോസിറ്റീവ് ആക്കാൻ സാധിക്കുക. എന്താണ്, നമ്മൾ എല്ലാ സംസ്ഥാനം ഭാരതം നോക്കുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തിലും ഒരു 12% ആൾക്കാരാണ് 60 വയസ്സിനും കാട്ടി കൂടുതൽ. കേരളത്തിൽ 20% ആൾക്കാർ 60 വയസ്സിനും കാട്ടി കൂടുതലാണ്. നമ്മളൊരു പ്രായമായ ഒരു സ്റ്റേറ്റ്. അതിനെ ഒരു ദുഃഖത്തിൻ്റെ കാര്യമായിട്ട് മാത്രം കാണണ്ട. അത് നമുക്ക് വേറെ പ്രശ്നമുള്ളത് നമ്മൾ യുവാക്കളൊക്കെ വിട്ടുപോകുന്നു, നമ്മൾ തന്നെ പ്രായം കൂടുന്നു. പോട്ടെ, അതിനെ നമ്മളൊരു അഡ്വാൻറ്റേജ് എങ്ങനെയാക്കും? കേരളത്തിന് ഇന്ത്യയിലത്തെ ആദ്യത്തെ സംസ്ഥാനം പ്രായമുള്ളവരെ നോക്കാനുള്ള പോളിസിയുള്ളൊരു സംസ്ഥാനമാക്കാൻ പോകും. UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു വകുപ്പ് കൊണ്ടുവരും, ഒരു മന്ത്രാലയം പ്രായമുള്ളവരെ നോക്കാൻ വേണ്ടി, സീനിയർ സിറ്റിസൺസ് മിനിസ്ട്രി. ഞാൻ ചിരിച്ച് പറയായിരുന്നു ഒരു ദിവസം, നമ്മളൊരു ചെറുപ്പക്കാരൻ മന്ത്രി, ഒരു മഹിളയോ പുരുഷോ എനിക്ക് പ്രശ്നമില്ല, ചെറുപ്പക്കാരൻ മന്ത്രി വെക്കണം. പക്ഷെ അവർക്ക് നല്ല പ്രായമുള്ള അച്ഛനമ്മമാരുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് അറിയാം എന്താ ശരിക്കും സീനിയർ സിറ്റിസൺ ആവശ്യമുള്ളത്. പക്ഷെ അതിൻ്റെ ഒപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ നാട്ടിൽ എല്ലാ ആസ്പത്രിയിലും ഗവൺമെൻറ് ആസ്പത്രിയിലൊക്കെ ജെറിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്, ജെറോണ്ടോളജി ഡിപ്പാർട്ട്മെൻറ്റ്, പ്രായമുള്ളവരെ ചികിത്സിക്കുക. നഴ്സിംഗ് കോളേജുകളെ നഴ്സുകളെ പഠിപ്പിക്കുക, എങ്ങനെയാണ് പ്രായമുള്ളവരെ നോക്കുക, ജെറിയാട്രിക് സ്റ്റഡീസ്, ജെറിയാട്രിക് നഴ്സിംഗ്. എന്നിട്ട് ഒരു നിയമം പാസ്സാക്കി റിട്ടയർമെൻറ്റ് വില്ലേജസ് കൊണ്ടുവരാം. നമുക്ക് നല്ല കാലം, നല്ല പരിസ്ഥിതി ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ എന്താ കാര്യം? ഇവിടെ നമ്മൾ റിട്ടയർമെൻറ്റ് വില്ലേജസ് കിട്ടിക്കഴിഞ്ഞ് സ്പെഷ്യൽ ടാക്സ് ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ട് പ്രായമുള്ളവർക്ക് താമസിക്കാനുള്ള അവരുടെ സൗകര്യത്തിന് വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അതിനു വേണ്ടി നമുക്ക് ടാക്സ് പിക്ക് കൊടുത്താൽ അമേരിക്കയിലത്തെ ഫ്ലോറിഡ പോലെ ഇന്ത്യ എവിടെയും ആൾക്കാർ പ്രായം കൂടി വരുമ്പോൾ വിചാരിക്കുക, അയ്യോ നമ്മൾ കേരളത്തിൽ പോയി താമസിച്ചാലോ, അങ്ങനെയും അവരുടെ പെൻഷനും അവർ ചിലവൊക്കെ ഇവിടെ വരട്ടെ, അതും നമ്മുടെ സംസ്ഥാനത്തിന് വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. കേരളത്തിന് നമ്മൾക്ക് ഈ അനുഭവം മറ്റവരെല്ലാവരും കാട്ട് മുമ്പാണ് നമ്മൾക്കുള്ളത്. 20% ആൾക്കാർ പ്രായം കൂടി വരുന്നത്, അത് കൂടി വരാൻ പോവാണ്. അപ്പം നമ്മളെ ഭാരതത്തിന് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് പ്രായമുള്ളവരെ നോക്കേണ്ടത്. ഇതൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്. നമ്മളുടെ അഷ്റഫ് അലിക്ക് ഇതിനെക്കാട്ടും നല്ല ഐഡിയാസ് ഉണ്ട് നമ്മുടെ കൊണ്ടോട്ടിയുടെ ഭാവിക്ക് വേണ്ടി. അദ്ദേഹം എന്നോട് പറയായിരുന്നു നെക്സ്റ്റ് ജനറേഷൻ വികസനം അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. ഞാൻ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഐഡിയ കൂടി പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം. നമ്മൾക്കറിയാം 3 മാസം മുമ്പ് കേന്ദ്ര സർക്കാർ ഒരു പുതിയൊരു
നിയമം പാസ്സാക്കിയത്. ഇടിക്കും മധുസ്മൻ സമാധാനിക്കൊക്കെ അറിയാം. സ്പേസിലും കൂടി ഇപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ കേരളം അത് സ്വീകരിക്കണം. കാരണം ഒരു കാലത്ത് കേരളം സ്പേസിൽ 1ാം സ്ഥാനമായിരുന്നു. നമ്മളല്ലേ തുമ്പയിൽ VSCC ഒക്കെ കിട്ടിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം നമ്മളുടെ സംസ്ഥാനം വിട്ടിട്ട് പോകുന്നു. ഇപ്പോൾ സ്പേസിൻ്റെ ഓരോരോ കാര്യങ്ങൾ ബാംഗ്ലൂരിലാണ്, അവിടെയാണ് ഇസ്രോ ഹെഡ് ക്വാർട്ടേഴ്സ്. റോക്കറ്റ് ലോഞ്ചൊക്കെ ശ്രീഹരിക്കോട്ട തമിഴ്നാട്ടിലാണ് സംഭവിക്കുന്നത്. നമ്മൾ വീണ്ടും ഇവരെ ഇന്ന് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ വാതിൽ തുറന്നിട്ട് നമ്മളുടെ കേരളത്തിൽ ഇന്ത്യയിൽ ആകെ ഒറ്റ സ്പേസ് യൂണിവേഴ്സിറ്റി ഉള്ളത് കേരളത്തിലാണ്. ആ സ്പേസ് യൂണിവേഴ്സിറ്റി പഠിച്ച വിദ്യാർത്ഥികൾ വന്നിട്ട് അവർക്കും സ്പേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, പക്ഷെ ഞാൻ വീണ്ടും പറയാൻ സ്ട്രെസ് ചെയ്യാൻ ആവശ്യമുള്ളത് പുതിയ പുതിയ മേഖലയിൽ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ ബിസിനസ്സുകാർ വന്നു കഴിഞ്ഞാൽ, നമ്മൾ അവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കാണ് ഗുണം. ഇവിടെയാണ് വളർച്ച, ഇവിടെയാണ് ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്, ഇവിടെയാണ് സർക്കാരിന് റവന്യൂ. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ നാളെക്കുറിച്ച് എങ്ങനെയാണ് നമ്മുടെ യുവാക്കളെ ഇവിടെ നിലനിർത്തുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് മാർഗം. പുതിയ ബിസിനസ്, പുതിയ പഠിപ്പ്, പുതിയ മാറ്റങ്ങൾ, ഒരു പുതു കേരളം. അതുകൊണ്ട് നിങ്ങൾ അഷ്റഫ് അലിക്കും വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചാൽ അദ്ദേഹം നിങ്ങളുടെ അടിയിൽ നടന്ന്, അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിട്ടും ഇവിടെ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോരോ പൊതുപ്രവർത്തനങ്ങളും നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഈ നാടിൻ്റെ ഓരോരോ ആശയും ആവശ്യവും ആശങ്കയും ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ശബ്ദത്തെ നിയമസഭയിൽ കേൾപ്പിക്കാൻ കഴിവുള്ള ഒരു ജനപ്രതിനിധികൾക്കുണ്ടാവും. അതിൻ്റെ ഒപ്പം ഒരു പുതിയ തലമുറയുടെ ഒരു മുഖമായിട്ട് നാളെ നമ്മുടെ കേരളം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഓരോരോ വികസന കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വരട്ടെ, നിങ്ങളുടെ ഇടയിൽ നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഐക്യജനാധിപത്യ മുന്നിൽ സർക്കാർ നിങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഒരു പുതു കേരള സ്ഥാപിക്കാം. UDFിൻ്റെ വിജയം നിങ്ങൾ എല്ലാവരും വിജയമായി മാറി വരും. അതിനാണ് ഞാൻ നിൽക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ കൊണ്ടോട്ടിക്കാർ നമ്മൾ അഷ്റഫ് അലിയെ വിജയിപ്പിക്കുക. അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. കോണി അടയാളത്തിൽ അഷ്റഫ് അലിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ. കേരളത്തിൽ ഒരു UDF സർക്കാർ കൊണ്ടുവരൂ. പുതു കേരളം എല്ലാവരും ഒരുമിച്ച് സ്ഥാപിക്കാം. ജയ് ഹിന്ദ്, ജയ് UDF. TP അഷ്റഫ് അലി, നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രകടന പത്രിക വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു യുവജന നേതാവ് നേതൃത്വത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. കൃഷി മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഓരോ മേഖലയിലും കൃത്യമായി ഈ നാടിനെ എങ്ങനെ അടയാളപ്പെടുത്തണം, കൊണ്ടോട്ടിയെ എങ്ങനെ നെക്സ്റ്റ് ലെവലാക്കണം എന്നതിന് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് TP അഷ്റഫ് അലി ഇന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്ലാനിന്റെ പേര് കൊണ്ടോട്ടി നെക്സ്റ്റ് എന്നാണ്. തീർച്ചയായും ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെ ഈ മണ്ഡലത്തിലും തൊട്ടടുത്ത മണ്ഡലത്തിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൊണ്ടോട്ടി നെക്സ്റ്റിന്റെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും അത് എത്രമാത്രം ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ഈ പ്രാവശ്യം നമുക്ക് കാൻഡിഡേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം. MSFന്റെ ജില്ലാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുകൂടാതെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ദേശീയ തലത്തിലേക്ക് അദ്ദേഹം വളർന്നു. തീർച്ചയായിട്ടും ഓരോ മേഖലകളിലും കൈവച്ച ഓരോ മേഖലകളിലും കൃത്യമായി വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം TP അദ്ദേഹം തന്നെയാണ്. ഇനി കൊണ്ടോട്ടിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിഷൻ എന്താണ്, നെക്സ്റ്റ് ലെവൽ കൊണ്ടോട്ടി എന്നുള്ള കാര്യം നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. കുടിവേ ഏറെ പ്രിയങ്കരനായ ഡോക്ടർ ശശി തരൂർ അദ്ദേഹം ഇവിടെ എത്തി സംസാരിച്ചു. അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. നമ്മുടെ സ്വന്തം ET സ്റ്റേജിലുണ്ട്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ത്രൂ ഔട്ട് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ വശ്യവജസ് ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി തൊട്ട് മുമ്പ് ഇവിടെ നിന്ന് സംസാരിച്ചിറങ്ങി. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ഡോക്ടർ ശശി തരൂരിനെ കിട്ടിയ ഒരു അവസരമാണ്, അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനുണ്ടാവും. നമ്മൾ ഈ കൊണ്ടോട്ടി എന്ന് പറയുന്നത് ഈ ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഓരോ മനുഷ്യരുടെ അടുത്തേക്കും ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. മനുഷ്യ വിഭവശേഷിയുടെ അസാധ്യമായ സാധ്യതകളുള്ള ഒരു നാടാണ് ഈ കൊണ്ടോട്ടി. ഒരൊറ്റ ഉദാഹരണം പറയാം. സാധാരണഗതിയിൽ എല്ലാവർക്കും ഇടയിൽ ഒളവട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു ബാക്ക്വേർഡ് ഏരിയ ആണ് എന്നുള്ള ഒരു ചിന്തയും ഒരു ധാരണയും ഇവിടെയുണ്ട്. നിങ്ങൾക്കിടയിൽ തന്നെ അങ്ങനെ ഉണ്ടാവും. എന്നാൽ
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വളവട്ടൂരിൽ 50 MBBS ഡോക്ടർമാരുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളിൽ എത്ര പേർക്കറിയും? അതിലൊരു കുട്ടി ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ MD ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്ഭുതപ്പെടുത്തുന്ന ഹ്യൂമൻ റിസോഴ്സാണ് ഞാൻ ഈ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്. IIT മദ്രാസിൽ നിന്ന് ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ BTech നേടിയത് ഈ മണ്ഡലത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ഇതുപോലെ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നവർ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുള്ളവർ. നമുക്കറിയാം, ലോകത്തിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലും ഒരു മലയാളി ഉണ്ട് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട്. കൊണ്ടോട്ടി നെക്സ്റ്റ് പറയുന്നത് ലോകത്തിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലും ഇനി ഒരു കൊണ്ടോട്ടിക്കാരനുണ്ടാകും എന്ന രീതിയിലേക്കാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ ലോകോത്തരമായ ഒരു വീക്ഷണത്തോടുകൂടി, ഒരു കാഴ്ചപ്പാടോടുകൂടി വളർത്തുക എന്നുള്ളതാണ്. നമ്മുടെ യുവാക്കളെ നമ്മൾ ലോകോത്തരമായ ഒരു വീക്ഷണത്തോടുകൂടി വളർത്തുക, ഉയർത്തുക എന്നുള്ളതാണ്. നമ്മുടെ സ്ത്രീകൾ ഇവിടെയുണ്ട്, അവരെ ഒരു ലോകോത്തര വീക്ഷണത്തോടുകൂടി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ കാർഷിക രീതി ഇവിടെയുണ്ട്, അതിനെ ഒരു ലോകോത്തര വീക്ഷണത്തിൽ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാർബൺ ക്രെഡിറ്റ് UN ആയിരക്കണക്കിന് കോടി രൂപ ഇന്ത്യയിലേക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ എത്ര കർഷകർക്ക് കാർബൺ ക്രെഡിറ്റിൻ്റെ ഉപയോഗം കിട്ടിയിട്ടുണ്ട് എന്ന് അന്വേഷിച്ചാൽ നമ്മളിൽ പലർക്കും അത് അറിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ അന്താരാഷ്ട്ര ഏജൻസികൾ കൃഷിയെ, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ ഒക്കെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി കൃഷിയിലേക്ക് ഇറക്കുന്ന ഇത്തരത്തിലുള്ള വലിയ സാധ്യതകളെ എന്തുകൊണ്ട് വാഴയൂരിലെ, വാഴക്കാട്, എടവണ്ണപ്പാറയിലെ, ചീക്കോടിലെ, മുതുവല്ലൂരിലെ സാധാരണക്കാരന് പ്രാപ്യമാക്കിക്കൂടാ എന്നുള്ളതിലേക്കുള്ള ചിന്തയാണ് കൊണ്ടോട്ടി നെക്സ്റ്റ്. നമ്മൾ തോടും റോഡും പാലവും ഇവിടെയുള്ള മറ്റു പ്രശ്നങ്ങളും മാത്രം കണ്ടിരിക്കേണ്ടവരല്ല. ഒരു MLA എന്ന് പറഞ്ഞാൽ MLA ഫണ്ടിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന റോഡിലേക്കോ നിങ്ങളുടെ നാട്ടിലേക്കോ നൽകുന്ന ഒരു പണം വിതരണം ചെയ്യാൻ ഒരാളാണ് എന്നുള്ള ആ കാഴ്ചപ്പാട് മാറ്റിയിട്ട് ഇവിടുത്തെ മുഴുവൻ മനുഷ്യരിലേക്കും ഈ സാധ്യതകളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റേറ്ററായി ഈ നാട്ടിൽ നിൽക്കുക എന്നുള്ളതാണ്. അതിന് ഗ്രാമപഞ്ചായത്ത് അംഗം മുതൽ ഇവിടെ ഇരിക്കുന്ന ET മുഹമ്മദ് ബഷീർ എന്ന നമ്മുടെ ലോക്സഭാ MP വരെയുള്ള എല്ലാ ആളുകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി എല്ലാവരും ഒരുമിച്ച് നീങ്ങിക്കൊണ്ട് ഈ നാടിനെ പുതുക്കി പണിയുന്നതാണ് കൊണ്ടോട്ടി. കരിപ്പൂർ എയർപോർട്ട് നമ്മുടെ നാട്ടിലാണ്, പക്ഷേ അതൊരു ലൈറ്റ് ഹൗസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് പോകുന്നത് ദൂരദിക്കിലേക്കാണ്. ഒരുപക്ഷെ നമുക്കിവിടെ കിട്ടുന്നത് കുറവായിരിക്കും. അതേസമയം ഒരു മൺചിരാതിൻ്റെ ഒരു ഉപയോഗമുണ്ട്. മൺചിരാതിൻ്റെ വെളിച്ചം കിട്ടുന്നത് തൊട്ട് താഴെയാണ്. ആ മൺചിരാത് കൊണ്ട് അവിടെ പ്രകാശമുണ്ടാകും. കരിപ്പൂർ എയർപോർട്ടിനെ നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണം. ഞാൻ സ്വപ്നം കാണുന്നത് ഈ കരിപ്പൂർ, ഈ കൊണ്ടോട്ടിയെ, ഈ പരിസരത്തെ ഒരു എയറോട്രോപോളിസ് എക്കണോമി എന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ എയർപോർട്ടിൻ്റെ അനന്തമായ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആളുകൾ അവിടെ ഒരു എയർപോർട്ട് ടാക്സി ഡ്രൈവേഴ്സായി മാത്രം നിൽക്കേണ്ടവരല്ല. അതിനപ്പുറത്ത് ഈ എയർപോർട്ടിന് ചുറ്റുമുള്ള അനന്തമായ വ്യവസായ സാധ്യതകളെ, വളർച്ചയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ്. കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവർ കോഴിക്കോടോ പാലക്കാടോ പോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ടവരല്ല. അവരവിടെ പോയി ഇൻഫോ പാർക്കോ IT പാർക്കോ ഉണ്ടാക്കേണ്ടവരല്ല. ആ കരിപ്പൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നതിനിടയിൽ ഈ രാമനാട്ടുകരക്ക് വരെ, അതല്ലെങ്കിൽ വാഴയൂർ വരെ നമുക്ക് സ്ഥലങ്ങളുണ്ട്. നമുക്കവിടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കണം. ഞാൻ ഡോക്ടർ KP ഹുസൈൻ സാഹിബുമായി ഒരല്പം മുമ്പ് സംസാരിച്ചു. അദ്ദേഹം ഇതാ ഏറ്റവും മനോഹരമായ ഒരു പ്രൊജക്റ്റ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നു. 65 ഏക്കറിൽ ഏകദേശം 5000-ഓളം ആളുകൾക്ക് ജോലി ലഭിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെ, വലിയ ഹോട്ടലുകളുടെ, അതുപോലെ തന്നെ IT പാർക്കുകളുടെ വലിയ ശൃംഖല നമ്മുടെ നാട്ടിൽ വരുന്നു. ഇതുപോലെയുള്ള ആളുകൾ വരട്ടെ. ആ ആളുകളിലേക്ക് നമ്മുടെ ഇവിടെ നിന്ന് ഹ്യൂമൻ റിസോഴ്സിനെ കൊടുക്കുകയും നമ്മുടെ നാടിനെ ഒരടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന കൊണ്ടോട്ടി. ആ കൊണ്ടോട്ടിയുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. എറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന 5 രാജ്യങ്ങളിലോളം PG പഠിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ യൂറോപ്പിലേക്ക് യാത്ര പോകുന്ന ലോകോത്തരമായ സ്കോളർഷിപ്പ് ഉണ്ട്. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്, അമേരിക്കയുടെ മേരി ക്യൂറി ഫെലോഷിപ്പ് ഉണ്ട്. ഇങ്ങനെ ലോകത്ത് കോടിക്കണക്കിന് രൂപ നമ്മുടെ മക്കൾക്ക് ലഭിക്കുകയും അവർ ലോകം കണ്ട് പഠിക്കുകയും ചെയ്യുന്ന ഇത്തരം സാധ്യതകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോവുക എന്നുള്ളതാണ് കൊണ്ടോട്ടി നെക്സ്റ്റ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ മണ്ണിനെ, ഇവിടുത്തെ വെള്ളത്തെ, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ സ്നേഹത്തെ എല്ലാത്തിനെയും ചേർത്തുകൊണ്ട് നമുക്ക് പോകണം. ചാലിയാർ പുഴ നമുക്കിവിടെ ഏറ്റവും വലിയൊരു സാധ്യതയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ കയാക്കിംഗ് നടത്തിയിട്ട് അതിൻ്റെ ഒരുപാട് സാധ്യതകളെ കുറിച്ച് പഠിച്ചു. ഈ വാഴക്കാടും വാഴയൂരും ഇഷ്ടം പോലെ വാഴ, അതല്ലെങ്കിൽ ബനാന, നമ്മുടെ പച്ചക്കായ, നമ്മുടെ നേന്ത്രപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്.
ഇവിടെയൊക്കെ ഉള്ള കർഷകർക്കും മറ്റുള്ളവർക്കും ഒക്കെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ സാധ്യതകൾ ഉണ്ടാകണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു വികസനത്തിൻ്റെ അടുത്തൊരു ഘട്ടമാണ് കൊണ്ടോട്ടി നെക്സ്റ്റ്. അതിലേക്ക് നമുക്ക് ഒരുപാട് ആശയങ്ങൾ നൽകാൻ പറ്റുന്ന ഡോക്ടർ ശശി തരൂർ അവരുടെ ഉള്ളത് വളരെയധികം സന്തോഷമാണ്. അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീറുണ്ട്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിട്ടുള്ള ജബ്ബാർ ഹാജിയുണ്ട്, അതുപോലെ ഡോക്ടർ കെ പി ഹുസൈൻ സാഹിബിനെ പോലെയുള്ള, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സി അബ്ദുറഹ്മാനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരെല്ലാവരെയും ചേർത്ത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റേതര ഏജൻസികളും ഇൻ്റർനാഷണൽ ഏജൻസികളും എല്ലാവരും ചേർത്ത് പടുത്തുയർത്തുന്ന ഒരു കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടി നെക്സ്റ്റ്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം. ഞാൻ ഒറ്റക്കല്ല, നമ്മൾ ഒന്നിച്ച്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ്. ഇന്ന് ഈ പ്രചരണ യോഗത്തിന് വരാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ട് ഒരു ടാക്സിയാണ് വന്നത്. ആ ടാക്സിക്കാരനുമായിട്ട് ഞാൻ നമ്മുടെ കൊണ്ടോട്ടിയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൊണ്ടോട്ടിക്ക് പോവാണ്, TP അഷ്റഫിലേക്ക് അങ്ങനെ പ്രചരണ യോഗത്തിൽ പങ്കെടുക്കാൻ പോവാണ്. നിങ്ങൾ എന്തിനാണ് മൂപ്പരുടെ പ്രചരണ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, അത് പങ്കെടുക്കാൻ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ പങ്കെടുത്താലും ഇല്ലെങ്കിലും മൂപ്പരോട് വിജയിക്കുന്നുള്ള കാര്യം കട്ടായാണ്. നിങ്ങൾ പങ്കെടുത്ത റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടുമായിരിക്കും. ഭൂരിപക്ഷം ഉയർത്തുക എന്നുള്ളത് മാത്രമായിരിക്കും നിങ്ങൾ വന്നാൽ ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ ഒരു പിടി വോട്ടർമാരാണ് തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. പിന്നെ മലപ്പുറത്ത് ഇന്ന് മാത്തു വന്നപ്പോഴും ഇന്നലെ ഞാൻ വന്നപ്പോഴും നമ്മുടെ ഒരു സർവേ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സർവേയുടെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ TP ആണ് ഇവിടുത്തെ വിജയി. കാരണം നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരോടൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച്, ഞാൻ എന്ത് പരിപാടിക്ക് വരുന്നതാണെന്ന് ഞാൻ വന്ന ആളോട് ചോദിച്ചില്ല. നമ്മുടെ ആ പ്രോഗ്രാമിന് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ആളെ പറ്റിയിട്ട് പിന്നെ ചോദിച്ചറിയുന്നത് നമ്മൾ അവിടെ പരിചയപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ട്രെയിനിൽ കാണുന്ന ആൾക്കാരൊക്കെയാണ്. എനിക്ക് ഒരു ഇതോട് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മുടെ നജീബ് കാന്തപുരത്തെ പറ്റിയിട്ടാണ്. അദ്ദേഹം വളരെ കുറച്ച് വോട്ടുകൾക്കാണ് അവിടെ ജയിക്കുന്നത്, നമ്മുടെ കഴിഞ്ഞ പെരിന്തൽമണ്ണയിൽ. പക്ഷെ പെരിന്തൽമണ്ണയിൽ പുള്ളി കൊണ്ടുവന്ന ചില പ്രവർത്തനങ്ങൾ, അത് ആ മണ്ഡലത്തോടൊപ്പം സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം ക്രിയ എന്ന പേരിൽ കുട്ടികളെ കൊണ്ട് ഒരു ഡെവലപ്മെന്റ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ഒരു മാസ്റ്റർ പ്ലാനുണ്ട്, ഒരു നല്ല വിഷനുമായിട്ടാണ് ഇദ്ദേഹം ഇത്രയും നേരം സംസാരിച്ചത്. ഞാനും നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു വിഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ നജീബ് അത്രയും വിഷനോടുകൂടി ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ക്രിയ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു, സ്കെയിലപ്പ് എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവന്നു. അദ്ദേഹം IAS അക്കാഡമി എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം. തീർച്ചയായിട്ടും വിഷനുള്ള മനുഷ്യർ കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അങ്ങനെ ഒരു വിഷൻ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നെക്സ്റ്റ് എന്ന പദ്ധതിയെ പറ്റിയിട്ട് അദ്ദേഹം ഇപ്പൊ മാസ്റ്റർ പ്ലാൻ പറഞ്ഞു. അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. നമുക്കിപ്പോ ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ കാര്യമാണോ എന്ന് ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ അത് അത്ര വലിയ കാര്യമാണ്. കാരണം ഒരു ഭരണാധികാരി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് ഒരാൾ സദസ്സിൽ നിന്ന് വിളിച്ചു പറയുന്ന സമയത്ത് അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നല്ല ഒരു ഭരണാധികാരി പറയേണ്ടത്. പൊതുജനത്തിന്റെ ജനങ്ങളുടെ ഓരോ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടവനായിരിക്കണം തീർച്ചയായിട്ടും ഭരണാധികാരികൾ. ആ കാര്യത്തിൽ UDFന്റെ നയം എന്താണെന്ന് നമ്മൾ പഴയ ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം കണ്ടിട്ടുള്ള മനുഷ്യരാണ്. ആ UDFന്റെ നയം തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, ഉത്തരം പറയാൻ നമുക്ക് മുൻപിൽ നമ്മുടെ ആളുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ. ഹലോ, ഗുഡ് ഈവനിങ്. നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് നിഹാലു എന്നാണ്. ഞാൻ കൊണ്ടോട്ടി സ്വദേശിയാണ്. ഇവിടെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് മുഹമ്മദ് നിഹാൽ എന്നാണ്. ഞാൻ കൊണ്ടോട്ടി സ്വദേശിയാണ്. ഞാൻ ഇവിടെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊണ്ടോട്ടിയിൽ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പം എൻ്റെ ചോദ്യം ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ്. ജനാധിപത്യ മൂല്യങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ സെക്യുലറിസം എന്നുള്ളത് ഒരു തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ആന്റി നാഷണൽ എന്ന് വിളിക്കുകയും അവർ വീട്ടിലേക്ക് ഈടെയും പറഞ്ഞേക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാവിയെ കുറിച്ച് സാർ എങ്ങനെ നോക്കിക്കാണും? നമുക്ക് നമ്മുടെ ഭാവി, എൻ്റെ അഭിപ്രായത്തെ ഏതൊരു സർക്കാർ തെറ്റ് ചെയ്താലും ആ സർക്കാരിന് കാലം എപ്പോഴും ഉണ്ടാവില്ലല്ലോ. ഭാവിയിലെല്ലാം ശരിയാണ്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന നന്നലാന്ന് ഞാൻ സമ്മതിച്ചു.
പല മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, ചില ക്രിസ്ത്യൻ സമുദായത്തിലെ വ്യക്തികൾ അവർ ദുഃഖം എൻ്റെ പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം നമ്മുടെ സ്വന്തം സർക്കാർ പറയുന്നത്? ഒരു വിഷമമുണ്ട്. ഞാൻ അവരെക്കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? അവരവരുടെ കാര്യം ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. ഈ രാജ്യത്തിനെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിൽ ഇരിക്കുന്ന എല്ലാ പൗരന്മാരും, അത് ഏത് മതത്തിൻ്റെയോ ഏത് ഭാഷ സംസാരിക്കുന്നോ ഏത് സംസ്ഥാനത്തെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. അവർ പറയുന്നു അവർ വികസനത്തിൻ്റെ നടപ്പിലൊക്കെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, ആർക്കും അവരെ മതത്തിൻ്റെ കാരണം അവർ സമുദായത്തിൻ്റെ കാരണം ഒന്നും കിട്ടാണ്ടിരുന്നിട്ടില്ല, അതുകൊണ്ട് എന്താണ് പരാതി? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങൾ പരാതി പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ ആവശ്യം? ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ വിവേകാനന്ദനെ പഠിച്ച് വളർന്ന ഒരു ഹിന്ദുവായിട്ട് ഞാൻ എന്താ പഠിച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നത് വെറും ടോളറൻസ് അല്ല, അക്സെപ്റ്റൻസ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ടോളറൻറ്റ് രാജാവ് എന്താ പറയുന്നത്? സത്യം എന്നെയാണ്, നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, പക്ഷെ ഞാൻ നിങ്ങളുടെ തെറ്റിൽ ജീവിക്കാൻ അനുവാദം ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ടോളറൻസ്. അത് പോരാ. വിവേകാനന്ദ പറയണത് അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? അക്സെപ്റ്റൻസ്. അതിൻ്റെ അർത്ഥം ഞാൻ വിചാരിക്കുന്നു എൻ്റെ വിശ്വാസം സത്യമാണ്, താങ്കൾ വിചാരിക്കുന്നു താങ്കളുടെ വിശ്വാസം സത്യമാണ്, ഞാൻ താങ്കളുടെ സത്യത്തിനെ ബഹുമാനിക്കുന്നു, താങ്കൾ എൻ്റെ സത്യത്തെ ബഹുമാനിക്കും. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ജീവിച്ച് ഒരു നാടിനെ നന്നാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു എല്ലാ മതവും എല്ലാ ജാതിയും എല്ലാ വിധത്തിലത്തെ ആൾക്കാരുമുള്ള ഒരു രാജ്യത്തിൽ ഇതല്ലേ നല്ല പ്രിസ്ക്രിപ്ഷൻ മുന്നോട്ട് പോകാൻ? അതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ശരിയാകും. താങ്ക് യു സർ. ഹലോ മോളെ, എന്താ പേര്? അടുത്ത ക്വസ്റ്റ്യൻ. Hello. Hello. My name is Rishada Mumtaz. Hello, Rishad. I'm coming from Maricode and I'm doing my post-graduation in English literature Oh, I see. Okay. from Kondoti Government Arts and Science College. Okay. So I'm going to ask you that India often speaks about peace and neutrality in matters of international relations, but it appears to be moving closer to the United States and Israel. So in this context, what is your view on why India is shifting from its earlier non-aligned approach to a more practical multi-aligned policy? And in this process, can India still remain an independent and moral voice in world politics? Or are we becoming just another player in the power games of the United States, China and other major powers? That's a very good question and not an easy one to answer, my dear. What I can say is, when a government is managing the national interest, it has to think about what is the position that will do it and its citizens least harm. And sometimes the moral stand which you are advocating may not always be in our interest if the consequences of a moral stand are what we cannot live with. See, we have a situation where, unfortunately, we are in a world where one power is extremely strong, has a lot of leverage which we don't have, and next door the other rising power is a neighbor of ours. It is encroaching on our territory, it is supporting our enemies, and it's potentially a rather serious threat to us. So in these circumstances, we have a very delicate tightrope to walk. We can't afford to make enemies on both sides. Imagine a situation where we take the moral stand and condemn America for what it's done to Iran, for example. And therefore we antagonize America and America becomes unfriendly to us. And already next door we have a problem with China, where China is trying to take our territory, laying claim to Arunachal Pradesh, not giving visas to Indians born in Kashmir or Arunachal, supporting Pakistan during the conflict to Operation Sindoor, refusing to sell us rare earth minerals, tunnel boring machines, other things. So can we afford to be hostile with both of those countries? And in this world, sometimes the government has to make a tough choice, and they have chosen to stay silent, saying, let us try and create viable relationships with all the countries that matter to us, because right now we don't have the leverage to say they need us more than we need them. So it's a very realistic approach. I don't blame you for that question, because you're saying, are we just playing power games? But who is not playing power games, my dear? Every country has to look after its own interest. So for that reason, Rashana, I would say to you, your morals and values are fully justified. And as private individuals, we can express our moral stand.
But sometimes a government has to choose silence in the interests of all the people of the country, because if it antagonizes all the players in a particular situation, it is neither able to do any good to the peace that we want. We want peace to come there, nor is it going to be able to do any good for its own people, because it has managed to alienate all the people who can give us goods, supplies, assistance, and so on when we need it. So for that reason, it may sometimes be better to keep our morals quiet and just try and deal with the consequences that are facing our people. Thank you. Sorry to be such a realist, but sometimes realism is what works in the world. Okay. യെസ്, അടുത്ത ചോദ്യം. Hi. My name is Shubh Hussain. I'm 21 years old right now. Hi. I'm from Ernakulam. This is my hometown. Okay. And it's truly an honor to have you with us. Thank you. And a warm welcome to Ernakulam. Thank you. നിങ്ങളെല്ലാവരെയും സ്വാഗതത്തിന് നന്ദി. Practicing for CAD as an MBA and IAM. Right. And I am a young entrepreneur too. I do real estate actually. Okay. If I could say all Kerala. Very good. Wayanad, Kozhikode, Thrissur, Kochi, Munnar. Come to Thiruvananthapuram also. Yeah, okay. I'm extending my listings actually. Right. So, as I said, I'm 21, and I'm speaking to speaking to a person who earned PhD at 22 years old. That's true. So, and years and decades later became a visionary leader, an influential speaker, and a well-known author too. So I would love to know, like, if you could give a blueprint to the youngsters who are in their 20s. So how did the young Shashi Tharoor became the visionary leader right now? So how did the young APJ Abdul Kalam became the visionary leader right now? Like, could you give a blueprint to the youngsters of who are in their 20s to? Well, I'm afraid I'm going to give you a rather boring old man answer. And that's the truth, though. You have to work very hard. The truth is that there is no substitute for hard work. I didn't have any big money in the family. My father was a salary-earning professional. When I went to America, I had a scholarship. If I wanted to buy a stamp to write a letter home, I had to skip a meal to get the cash to be able to buy a stamp. That was the kind of condition I was in. For my first year in America, I lived on one meal a day in order to be able to afford. Because I couldn't afford to buy a blade to shave, I grew a beard. That was the kind of life one led. But I worked very hard. I got the highest marks and the best student prize in the school, and subsequently in the university. And subsequently, I finished my PhD very young, because I was terrified that if I didn't work hard and finish it quickly, the scholarship would run out and I would not be able to afford to stay there. That was my situation. So I started from a young age believing in the ability to achieve results through work. That self-belief must all have. കഠിന പ്രവർത്തനത്താണ് നമ്മുടെ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കണം. ആ ശ്രമം always be worthwhile. In addition to that, I would say, of course, you must have a passion. There must be things that interest you. In my case, it was international affairs. I chose to go into the UN at a very young age, and I've worked in world affairs now for a lot. I stayed 29 years in the UN before coming to Indian politics. So that interest is there. You find out what your interest is. It may be accountancy, it may be business, it may be real estate. Follow your passion. Do something that truly interests you. So when you wake up in the morning, you look forward to going to work. Then the hard work will be a source of pleasure and not of stress. Okay? Good luck to you. All the very best. Thank you all very much. ഒരൊറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ChatGPT നമുക്ക് കിട്ടുന്ന ഒരു പ്രോംപ്റ്റ് എല്ലാം മോനെ ഹാർഡ് വർക്കിംഗ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, ഫ്രം എ വെരി സ്പെഷ്യൽ. ഹലോ, എൻ്റെ പേര് ശോഭന. ആ സർ. പൊന്നാട് നെടുവണ്ണപ്പാറ അടുത്തുള്ള
ഞാനാണ് സുദേശം. Right. ഞാൻ UDF പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നേറുന്ന കുഞ്ഞുകുട്ടികളുടെ മക്കളാണ്. ഞാനൊരു സാഹിത്യകാരി കൂടിയാണ്. 14 വർഷമായിട്ട് ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഒരാളും കൂടിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഭിന്നശേഷി സാഹിത്യ അവാർഡ് ജേതാവും കൂടിയാണ്. സാറിനോട് സംസാരിക്കണം, നേരിട്ട് കാണണം എന്ന് അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അതിനുള്ള അവസരം ഇപ്പോഴാണ് കിട്ടിയത്. അതിന് UDF പ്രവർത്തകരോട് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. സാറിനോടുള്ള എൻ്റെ ചോദ്യം, അങ്ങ് ഭാഷയുടെ ശക്തിയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭിന്നശേഷിക്കാർ പലരും പലപ്പോഴും സമൂഹത്തിന് മുന്നിൽ നിശബ്ദരാക്കപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ അവകാശങ്ങൾക്കും സ്വത്വത്തിനു വേണ്ടി പോരാടാൻ സാഹിത്യവും ഭാഷയും എങ്ങനെ ആയുധമാക്കാം എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല താങ്കളുടെ ശബ്ദം കേൾപ്പിക്കാൻ. നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല താങ്കൾ. ഞാൻ പറയട്ടെ, നിശബ്ദമായവർക്ക് ശബ്ദം കൊടുക്കുന്ന വ്യക്തികളുണ്ട് താങ്കളെ പോലെ. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വാദിക്കാൻ താങ്കൾക്ക് സാധിക്കും. താങ്കൾക്ക് ആവശ്യമുള്ളത് താങ്കൾ പറയുന്നത് കുറച്ചും കൂടി വലിയ ശബ്ദമോടെ ആൾക്കാരെ കേൾപ്പിക്കാൻ. താങ്കൾക്ക് പറയാൻ അറിയാതെയല്ല, താങ്കൾ പറയുന്നു. പക്ഷേ ഇന്നത്തെ അവസരം, ഫോർ എക്സാമ്പിൾ, താങ്കൾക്ക് താങ്കളുടെ വാക്കുകൾ പലവരുടെ കയ്യിലെത്തി. നമ്മളിത് ഒരു ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി വന്ന ശേഷം താങ്കൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും കേൾക്കും. അപ്പം അങ്ങനെ ഓരോരോ അവസരങ്ങൾ എടുത്തിട്ട് താങ്കളുടെ സന്ദേശം എല്ലാവരും എത്തിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഓരോരോ ആവശ്യം വേണ്ടി സംസാരിക്കുക. ഞാൻ പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഐക്യരാജ്യസഭയിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് 1-2 അവസരങ്ങളുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആവർത്തിക്കാൻ. പ്രോബ്ലം ഈസ്, ലോകത്തിൽ നിറയെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളെല്ലാവരും നമ്മളുടെ വിഷയങ്ങളെ ജനങ്ങളെ ബോധിപ്പിക്കാനും അവരെ നമ്മൾ കോൺഷ്യസ്നസ് റേസിങ് ചെയ്യാൻ, അവരെ മനസാക്ഷിയെ ഇളക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ആ ശബ്ദങ്ങളുടെ ക്ലാമറിൽ നമ്മളുടെ ശബ്ദം ഉടനെ കേൾക്കില്ല. പക്ഷെ താങ്കൾ പെർസിസ്റ്റ് ചെയ്യും, ശ്രമിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഒരു സംശയമില്ല, ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഹൃദയവും നല്ല മനസ്സുമുള്ള മനുഷ്യന് നിങ്ങളെ കേൾക്കും. ആവശ്യമുള്ള എല്ലാ പോളിസീസും മാറ്റം വരും കേട്ടോ. എന്തായാലും ഇവിടെ അഷ്റഫ് അലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ജനപ്രതിനിധി ഉണ്ടാവുമ്പോൾ ഉണ്ട്. നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിയമസഭയുടെ അകത്ത് അഥവാ ഒരു പുതിയൊരു നിയമമോ ഒരു പുതിയ ബില്ലോ പോളിസിയോ അതിനെക്കുറിച്ച് ശബ്ദം നിങ്ങൾ ഉയർത്തണമെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മുടെ ജനപ്രതിനിധിയെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ ശബ്ദം അദ്ദേഹത്തെ കേൾപ്പിക്കാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം നിയമസഭയിൽ നിങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കട്ടെ കേട്ടോ. വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. എന്നെ ക്ഷമിക്കണം, എനിക്ക് അടുത്ത സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇനി പറയാനുണ്ട്. ഒരിക്കലും കൂടി എന്നെ ഇവിടെ സ്വീകരിച്ചതിന് വലിയ നന്ദി. താങ്ക് യു. അഷ്റഫ് അലിയെ വിജയിപ്പിക്കുക. കോണി അടയാളത്തിൽ. കോണി അടയാളത്തിൽ അഷ്റഫ് അലിയെ വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യത്തോടു കൂടിയിട്ട് തൽക്കാലത്തേക്ക് ശശി തരൂർ നമുക്ക് മുൻപിൽ നിന്നും തൽക്കാലത്തേക്ക് കൈവീശുകയാണ്. വീണ്ടും അടുത്ത പ്രചരണ യോഗങ്ങളിലേക്ക് നമുക്ക് പങ്കെടുക്കാനായിട്ടുണ്ട്. അതിനു മുൻപ് ഇപ്പോൾ പ്രവാസി വ്യവസായി പ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ KP മുഹമ്മദ് ഹുസൈൻ, അദ്ദേഹം ഇപ്പോൾ 2 വാക്ക് നമ്മളുമായി സംസാരിക്കുന്നു. ഇപ്പോൾ TP അഷ്റഫ് അലിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു പ്രവാസി വ്യവസായി പ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ KP മുഹമ്മദ് ഹുസൈൻ. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം നിങ്ങൾ എല്ലാവരും ഇവിടെ കണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ അഷ്റഫ് അലിയുടെ ഒരു മണ്ഡലമായ ഒരു സ്ഥലത്ത് ഞാനും ഒരു ബിസിനസ് കൊണ്ടുവരുന്നു എന്നുള്ളത് വിഷയമാണ്. അതിലെല്ലാവർക്കും ഇഷ്ടംപോലെ ഈ ഭാഗങ്ങളിലുള്ളവർക്കാണ് പണി കൊടുക്കുക എന്നുള്ളത്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം വേണം. അതിന് പുറമെ ഇത്രയും വലിയ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഇന്ന് ശശി തരൂരായാലും ശരി, PT മുഹമ്മദ് ഹുസൈനായാലും ശരി, അഷ്റഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇവിടെ പറഞ്ഞ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒരു യങ് പേഴ്സൺ ഒരു വലിയ ഒരു വിഷയമാണ് പറഞ്ഞത്. എനിക്കതിൽ ഏറ്റവും അട്രാക്റ്റ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ കൊണ്ടോട്ടി നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റോടുകൂടി വരുന്നു. ആ കോൺസെപ്റ്റ് വലിയ വിഷയമാണ്. ഒരാൾ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ അത് അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കും. നമ്മളെല്ലാവരും അറിയാം, ലോകവട്ടാതെ ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് ഒരു കോൺസെപ്റ്റ് നമ്മൾ വെളിയിലേക്ക് കൊണ്ടുവരുന്നോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് നിറവേറ്റണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. നിങ്ങളെല്ലാവരും അഷ്റഫിന് വേണ്ടി പ്രാർത്ഥിക്കണം, വിജയിപ്പിക്കണം എന്ന് മാത്രം ഈ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.
UN സഭയിൽ മുഴങ്ങിക്കേട്ട ഏറ്റവും പ്രൗഢ ഗംഭീരമായിട്ടുള്ള പ്രസംഗം കാഴ്ചവെച്ച ഒരാൾ. ബ്രിട്ടീഷുകാരെ അദ്ദേഹത്തിന്റെ മുൻപിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ കൊള്ളയടിച്ചതാണ് എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഇന്ത്യക്കാരൻ ഡോക്ടർ ശശി തരൂറാണ് ഇപ്പോൾ നമ്മളുമായിട്ട് സംസാരിച്ച വേദിയിൽ നിന്നും ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് നല്ലൊരു യാത്രയെ ഇപ്പൊ അദ്ദേഹത്തിന് നൽകാം നമ്മുടെ നാട്ടിൽ നിന്നും. പ്രോഗ്രാം ഇനിയുണ്ട്. ആളുകളെ ഇവിടെ തന്നെ ഇരിക്കണം, ദയവായി പോകരുത്. നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ പരിപാടികൾ തുടരുകയാണ്. ഒരു ഗംഭീര സ്വീകരണമാണ് നമ്മുടെ അതിഥികൾക്ക് ഇടവണ്ണപ്പാറ നൽകിയത്. നല്ലൊരു കൈയടി ഒരിക്കലൂടെ അദ്ദേഹത്തിന് നൽകുന്നു. കല്ലു മാത്തവും വീണ്ടും നമ്മോടൊപ്പം ചേരുകയാണ്. ഇവരുടെ ഈ ഷോ ഇവിടെ തുടരുകയാണ്. ശരിക്കും കല്ലു മാത്തവും തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, പരമാവധി മുന്നോട്ട് വരാം. ടി പി അഷ്റഫ് അലിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ജനനായകൻ കല്ലുവിന്റെ സ്വന്തം നാട്ടുകാരൻ ശ്രീ ശശി തരൂറാണ് ഇപ്പോൾ നമ്മുടെ വേദിയിൽ നിന്നും തൽക്കാലത്തേക്ക് മടങ്ങുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അത് തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിൽ അഗാധമായി പതിഞ്ഞിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. ഓരോന്നിനും അദ്ദേഹം നൽകുന്ന കൃത്യമായ മറുപടി, കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ, അതെല്ലാം തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ മഹത്വങ്ങളിൽ ഒന്ന്. ഹലോ, നമുക്ക് എന്തായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് ഒരു ചെറിയ പരിപാടി നടത്തിയല്ലോ. നമ്മുടെ ഫ്രണ്ടിൽ കുറെ സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇരിക്കാം. ഈ കൂട്ടത്തിലെ നമ്മുടെ ഉടൻ സമ്മാനം എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അതെ, ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന കുറച്ച് പരിപാടികളാണ്. അത് മാത്രമല്ല, ഇത്രയും ഒരു ക്രൗഡിൽ നമ്മൾ നിന്നിട്ട് കുറെ കാലം. അതെ, അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. അപ്പൊ നമുക്ക് അഷ്റഫ് അലിയുടെ പിന്നെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനങ്ങൾ തരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ കല്ലുവിന്റെ വക സമ്മാനം, കല്ലുവിന്റെ വക സമ്മാനം, കല്ലുവിന്റെ മാത്തുവിന്റെ വക സമ്മാനം. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. റെഡിയാണോ? ഇത് നമ്മുടെ മലപ്പുറം ജില്ലയെ പറ്റിയിട്ട്, ഈ മലബാറിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങാം. എന്നാൽ നമ്മൾ ഒരാളെ കാണുന്നു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ എന്തിനു വരുന്നു, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പേരെന്താണെന്നൊക്കെ ചോദിച്ചതിന് മുന്നേ ഈ ഭക്ഷണം കഴിച്ചോ ആദ്യം ചോദിക്കുന്ന ഒറ്റ നാടേ ഉള്ളൂ, അത് മലബാർ. കല്ലുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് ഏതാണെന്ന്, കല്ലു എനിക്ക് തോന്നുന്നു 50-ലധികം രാജ്യങ്ങളെ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. കല്ലുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിക്കുന്ന സമയത്ത് കല്ലു ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും പോയിട്ട് പറയുന്ന ഒരു പേരുണ്ട്. അത് മലപ്പുറത്തെ കല്യാണത്തിന്റെ തലേന്ന് കിട്ടുന്ന കുട്ടൻ ബിരിയാണി എന്നാണ് പറയാ. കുട്ടൻ ബിരിയാണി കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ? മലപ്പുറംകാരോടോ? കുട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? കല്യാണത്തിൽ കൊള്ളുന്നത് കുട്ടൻ ബിരിയാണി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കല്ലു മരുഭൂമിയിലേക്ക് മണലടിക്കല്ലേ. അപ്പോ എന്നെ സ്വാധീനിച്ച ഒരുപാട് വിഭവങ്ങളുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മലബാർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ചോരത്തിളപ്പുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ധീര ദേശാഭിമാനികൾ മരിച്ചു വീണിട്ടുള്ള മണ്ണ് നമ്മുടെ മലപ്പുറത്തിൻ്റെ മണ്ണാണ്, നമ്മുടെ മലബാറിൻ്റെ മണ്ണാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് എൻ്റെ പേര് ഉസ്മാൻ, ജില്ല മലപ്പുറം കേട്ടോ എന്ന് പറയുന്ന ഒറ്റ നാടേ ഉള്ളൂ, അത് നമ്മുടെ മലപ്പുറത്തുകാരാണ്. യെസ്, സംശയമുണ്ടോ ആർക്കെങ്കിലും? വേറെ കല്ലു ഇത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം കാര്യം എന്നറിയോ, മലപ്പുറത്ത് വന്നാലും കൈക്ക് കജ്ജെന്നും മെയ്ക്ക് നെജ്ജെന്നും പറയും. പക്ഷേ ഉണ്ടല്ലോ, സാക്ഷാൽ മലയാള ഭാഷയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ചെന്ന് നിൽക്കുന്നത് ഒരു മലപ്പുറംകാരന്റെ പേരിലാണ്. തിരൂരുകാരൻ സാക്ഷാൽ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ നാട് കൂടിയാണ് മലപ്പുറം. അപ്പോ നമ്മൾ കജ്ജെന്നും നെജ്ജെന്നും ഇജ്ജെന്നും ഒക്കെ പറഞ്ഞാലും മലയാളികളെ മലയാളം പഠിപ്പിച്ച ആരാ? ഒരു മലപ്പുറംകാരനാ, അല്ലേ? അല്ലേ? അതെ. കല്ലു, അങ്ങനെയാണെങ്കിലേ നമ്മളിപ്പോ ടി പിയുടെ ഭാഗമായിട്ടാണ് വന്നത്. അതെ.
നമുക്ക് ഇവരൊക്കെ വേണ്ടിയിട്ട് ഈ TP എന്ന് പറയുന്നത് ജനമനസ്സുകളിൽ ഒരുപാട് കാലം ജനമനസ്സുകളിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഉറപ്പിക്കാനായിട്ട് നമ്മളൊരു പരിപാടി ചെയ്യുന്നു. TP എന്ന് ഏറ്റവും നീളത്തിൽ ഇങ്ങനെ വിളിക്കുന്നു. ഒന്നെനിക്ക് TP എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അഷ്റഫ് അലി എന്ന് വിളിക്കാം. TP നമുക്കറിയാം ഹൃദയത്തിൽ TP എന്നുള്ളതാണ് ഇവിടുത്തെ അങ്ങനെയാണെങ്കിൽ TP തന്നെ. ശരി, ഉറപ്പിച്ചു. 3 തരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ TP എന്ന് ഏറ്റവും നീളത്തിൽ വിളിക്കുന്ന ആൾക്ക് കല്ലും മാത്തും കൂടെ ഒരു സമ്മാനം തരും. മിഠായിയാണ് തരുന്നത്. റെഡിയാണോ? മുട്ടായി തരും. ചോക്ലേറ്റ് റെഡിയാണോ? ഡെമോ വേണോ? ഡെമോ വേണ്ട. ഡെമോ വേണം. മാത്തു ഇതാണ് റെഡി. യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു ആവേശം വന്നില്ലേ? TP എന്ന് ഏറ്റവും നീളത്തിൽ വിളിക്കുന്ന ആൾക്ക് സമ്മാനം. കല്ലു എവിടെ പോയി കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് ആണ് വാങ്ങിക്കാൻ പറയാം. കാരണം എന്താ വെച്ചാൽ കല്ലു സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത കാലത്തൊന്നും ഈ ചോക്ലേറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അത് കാരണം കൊണ്ട് കല്ലുവിന് ഇപ്പോ കഴിക്കേണ്ട പ്രായമായി കഴിഞ്ഞപ്പോഴാണെങ്കിലും ഷുഗർ ഒക്കെ വന്നു തുടങ്ങി. നമുക്ക് ഓരോരുത്തർക്കും ഫേവറേറ്റ് ചോക്ലേറ്റുകൾ പലതായിരിക്കുമല്ലോ. ഇതിലാകുമ്പോഴത്തേക്ക് 6 ചോക്ലേറ്റിന്റെ മിക്സ് ആണ്. ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ചോക്ലേറ്റിന് വേണ്ടിയിട്ടുള്ള മത്സരം നമ്മൾ ആരംഭിക്കാം. പക്ഷെ അതിന് അപ്പുറത്തേക്ക് ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവാനായിട്ട് മാത്തു ഒന്ന് വിളിച്ചു കാണിച്ചോ. TP എന്ന് നീട്ടി വിളിച്ചോ. എന്റെ ഒരു പ്രായത്തിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളത്തെ പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല. ശരി, റെഡി മാത്തു. Your time starts now. TP. ഞാനും അങ്ങനെ വിചാരിച്ചു. 5 വർഷത്തേക്കുള്ള 16 സെക്കൻഡും 58 മൈക്രോ സെക്കൻഡും. ഈ മത്സരത്തിൽ ആർക്കാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആണോ പെണ്ണോ എന്നൊന്നും ഒരു വ്യത്യാസമില്ല. കാരണം ഇത് വലതുപക്ഷത്തിന്റെ വേദിയാണ്. ആർക്കും പങ്കെടുക്കാം. ആരാണ് ആദ്യം വരാൻ പോകുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ? ചെറിയ കുരിപ്പുകൾക്കില്ല നിങ്ങളുടെ ശ്വാസകോശം. കുഞ്ഞുങ്ങളുടെ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്, ഡെവലപ്പ് ആയിട്ടില്ല. മുതിർന്ന 18 വയസ്സ് കഴിഞ്ഞ ആർക്കും പങ്കെടുക്കാം. പോട്ടെ, നമുക്കൊരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആ നിലവാരം കൊടുക്കാം. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? അതെ, ലേഡീസ് ഫസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം വരുന്ന പെൺകരുത്ത് ശശി തരൂരിന്റെ ചോദ്യം ചോദിക്കാനായിട്ട് കരുത്ത് കാണിച്ചു ഒരുപാട് പെൺകരുത്തുകളോട് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഞാനോ എന്ന് ചോദിക്കാനായിട്ട് ഇതെന്താ സൗന്ദര്യ മത്സരത്തിന്റെ റിസൾട്ട് വിളിയൊന്നുമില്ല. സൗന്ദര്യ മത്സരത്തിന്റെ റിസൾട്ട് വിളി കണ്ടിട്ടുണ്ടോ? ഇപ്പോഴും സുസ്മിത സെന്നെയും ഐശ്വര്യ റായിനെ കുറിച്ചൊക്കെ ഓർമ്മിക്കുന്ന സമയത്ത് ആ റിസൾട്ട് വരുന്ന സമയത്ത് ഞാനോ ആ ഭാവം ഉണ്ടല്ലോ. യെസ്, ഒരു മൈക്ക് കൂടി തരൂ. നമുക്കൊരു മൈക്ക് കൂടി തരൂ. എന്താണ് കന്നഡക്കാരിയുടെ പേര്? ഗൗതമി പ്രസാദ്. ചേർന്നൊരു ഗംഭീര കൈഡി കൊടുക്കാം. നല്ലൊരു നേതാവിനൊക്കെ പറ്റിയ പേരുണ്ടല്ലേ? പ്രാസംഗികയാണോ? നല്ല ശശി തരൂരിന്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് മേടിച്ച പെൺകുട്ടിയാണ്. അതെ, വാഴക്കാട് മണ്ഡലം KC പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. അതിനൊരു ഉറപ്പുണ്ട്, സംസാരത്തിന്റെ ആ ഒരു ദൃഢതയുണ്ട്. ഗൗതമി പ്രസാദ്. മാത്തുക്കുട്ടിയുടെ മുമ്പ് മാത്തുക്കുട്ടിയുടെ സ്കോർ 16:58 ആണ്. 17 സെക്കൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗൗതമി ചെയ്യുന്ന ഒരു ചരിത്രമായിരിക്കും. സൗണ്ട് പോവില്ല. KC-കാരിയല്ലേ, സൗണ്ട് പോവില്ല. റെഡി? എനിക്കൊരു കാര്യം കൂടെ ഉണ്ട്. ഇടവണ്ണയെ കുറിച്ചിട്ട് ഒരു 4 വാചകം സ്ട്രോങ് ആയിട്ട് ഒരു നേതാവ് ഇടവണ്ണപ്പാറയെ കുറിച്ച് ഒരു 4 വാചകം പറയുന്ന പോലെ മലപ്പുറം എന്ന കാൽപന്ത് കളിയുടെ ചുവടുകൾ പാടുന്ന ഈ മലപ്പുറത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗത്തുള്ള ഒരു കൊച്ചു ഗ്രാമം അല്ല, വലിയ ഹൃദയമുള്ള ആൾക്കാരുടെ ഒരു കൊച്ചു ഗ്രാമമാണ് എടപ്പാൾ എന്നത് കൊച്ചു നഗരം. ഈ കൊച്ചു നഗരത്തിലാണ് ET എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രിയ നേതാവും. ഈ കൊച്ചു നഗരത്തിലാണ് ഒരുപാട് നല്ല പാട്ടുകാരും. ഈ കൊച്ചു നഗരത്തിൽ തന്നെയാണ് ഷിയാവുദ്ദീൻ IAS എന്ന IAS-കാരനൊക്കെ ഉള്ള നാടാണ് എന്റെ എടങ്ങപ്പാറ എന്ന് പറയുന്നത്. ഒരുപാട് നേരം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിയിൽ പാറ്റിയിടും. അത് കാരണം കൊണ്ട് വളരാൻ അനുവദിക്കരുത്. ഗൗതമി, your time starts now. ഗൗതമി 15:21. വെറും 1 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ മാത്തുക്കുട്ടി കഴിച്ചിലായിരിക്കുന്നു. 1 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ. അതൊന്നല്ല, പ്രായം ഉണ്ടെന്ന് അങ്ങേരെ നോക്കി പറഞ്ഞാൽ നിന്നെ നോക്കി പറയണ്ട.
ഗൗതമി മാത്തുക്കുട്ടിക്ക് നല്ല പ്രായമുള്ളെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ സമ്മാനം ഞാൻ തരുന്നു. ജയിച്ചത് കൊണ്ടല്ല. ഗൗതമി പ്രസാദ് ഒരു കലക്കം കൈഡി കൊടുക്കാൻ കാരണം ഈ നാടിനെ കുറിച്ച് ഇത്രയും ഭംഗിയായിട്ട് സംസാരിച്ച ഓരോ വ്യക്തികളെയും കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻട്രോ കൊടുത്ത മാത്തുക്കുട്ടിക്ക് പ്രായമുണ്ടെന്ന് പറഞ്ഞ ഗൗതമി പ്രസാദ്. യെസ്, കൈഡി കൊടുക്കട്ടെ. ഞാൻ തോറ്റ്, ഞാൻ സമ്മതിച്ചു, പക്ഷെ വിട്ടുകൊടുക്കാൻ പ്രസാദ്. ഇനി ആരാണ് പുരുഷ കേസരി? ഒരു പുരുഷ കേസരി ഇവിടെ പുരുഷ കേസരി. പുരുഷന്മാരെവിടെ? ഒരു പെൺ മനസ്സ് നമ്മുടെ മനസ്സ് കീഴടക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഒരു പുരുഷ കേസരി. അത് ഈ പെണ്ണിനേക്കാൾ കൂടുതൽ കാൽപന്തിനെ സ്നേഹിക്കുന്ന ചങ്കുകളുടെ മണ്ണാണ് മലപ്പുറം എന്ന് പറയുന്നത്. ആ ചങ്കുകളിൽ ആരെങ്കിലും ഒരാൾ വരൂ ഗൗതമിയെ തോൽപ്പിക്കാൻ, മാത്തുക്കുട്ടിയെ തോൽപ്പിക്കാൻ. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലെന്ന് പറയില്ലേ? ആളുണ്ടോന്നോ? ഇതൊന്നും അല്ല, ഇതിന്റെ അപ്പുറം കടന്നവനാണ് KK ജോസഫ് എന്ന് പറഞ്ഞ് മതിൽ ചാടിക്കടന്നു വന്നിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ചേട്ടൻ കൈയോട്. ഹായ്, മൂപ്പരെ കണ്ടുകഴിഞ്ഞാലോ, ഈ മൂപ്പരെ കണ്ടുകഴിഞ്ഞാല് ഈ മുമ്പ് മലയാള സിനിമയിൽ സൈക്കോളജിസ്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു മുഖം ഉണ്ടായിരുന്നു. എനിക്ക് ആ മുഖം ഡോക്ടർ മാത്യു വെല്ലൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് എക്സാക്ട് കറക്റ്റ് അങ്ങനത്തെ ഒരു മുഖത്തിന്റെ ഉടമയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ആള് നല്ലൊരു സുന്ദരനാണ്. എന്താണ് പേരെന്താണ്? താങ്ക് യു. സുന്ദരനാണ്, സംശയമൊന്നുമില്ല. ഞാൻ ആലോചിക്കുക, മൂപ്പര് ഈ പ്രായത്തിൽ ഇതായിരുന്നെങ്കിൽ എന്റെയൊക്കെ പ്രായത്തിൽ എമ്മാരി ആയിരുന്നു. അതെ. ഗൗതമി ഒരു സഹായം ചെയ്യും. ഗൗതമിയുടെ സ്കോർ 15-21 എഴുതി വെച്ചു. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു. 15-21. ഗൗതമി തന്നെയാണ് ഗൗതമിയുടെ വിധികർത്താവ്. അതെ, ഇതിന്റെ ജൂറിയാണ് ഗൗതമിയാണ്. ശരി, എന്താ പേരെന്താണ്? പേര് അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ, കയ്യടിക്ക്. ഒരാള് സ്റ്റേജിൽ ഇത്രയും സ്റ്റൈലനായിട്ട് വന്ന് നിൽക്കുമ്പോ, അതും മാത്തുക്കുട്ടി പറഞ്ഞ പോലെ ഒരു എന്താണ് മനോരോഗ വിദഗ്ധൻ. മനോരോഗ വിദഗ്ധൻ. അതേല്ലോ ഞാൻ പറഞ്ഞത്. റെഡി. അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്കാം. ഇടപെട്ട് പറഞ്ഞാണോ? ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം അറിയോ? മൂപ്പര് മൈക്ക് കുത്തിയിട്ടാ വന്നിരിക്കുന്നത്. ലൈവ് ചെയ്തോണ്ടിരിക്കുക. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരിപാടി ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലാണ്, പിന്നെ ഫേസ്ബുക്കില്. മൂപ്പരുടെ ക്യാമറ ഏതാ? ഒരു ചോക്ലേറ്റിന് വേണ്ടിയിട്ട് സ്വന്തം ഫോൺ വരെ ഉപേക്ഷിക്കാൻ തയ്യാറുള്ള അതെ അബ്ദുറഹ്മാൻ. റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടിപി നിങ്ങളെ ശ്വാസകോശ സ്പോഞ്ച് പോലെ ആക്കിയ ഇടയ്ക്ക് രണ്ടാമത്തെ അവസരമില്ല. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞെങ്കിലും ചോക്ലേറ്റിന് വേണ്ടിട്ട് പൊരുതാൻ കഴിച്ച കുഞ്ഞു മനസ്സുണ്ടല്ലോ, അതിന് നമ്മള് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് മനുഷ്യൻ ഇങ്ങനെ ഒരു പരിശ്രമം നടത്തി. കല്ലു, എന്റെ വകയായിട്ട് ചോക്ലേറ്റ് ഞാൻ കൊടുക്കും. അതെ, എന്റെ വകയായിട്ട് വകയായിട്ട് നമ്മുടെ അബ്ദുറഹ്മാനിക്കൊക്കെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ മനുഷ്യനാണ്. അതൊന്നും വകവെക്കാതെ ഇവിടെ ചുണയുള്ള ആമ്പിള്ളേരുണ്ടോന്ന് ചോദിച്ചപ്പോ ചാടി വന്നേക്കാം. 9:28. മോശമായില്ല. എന്നാലും നിങ്ങൾ വിളിക്കായിരുന്ന നന്നായി. അതെ, ഇനിയിപ്പോ ആൻജിയോപ്ലാസ്റ്റി ആയി, ബൈപ്പാസ് ആയി, പ്രശ്നമായി, ബഹളമായി, ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ ദുനിയാവില് ദൈവം തമ്മിൽ കണക്കാക്കിയ ആയുസും വെള്ളവും പിന്നെ ഓക്സിജൻ ഉണ്ട്. അതിലെ നിൽക്കും. അത് കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾ ഇതുപോലെ ഒരുപാട് ഫേസ്ബുക്ക് ലൈവുകൾ ചെയ്യാനായിട്ട് പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ടാവും. ഫേസ്ബുക്ക് ലൈവ് ഇത്ര അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുള്ളൂ. ഉഷാറാവട്ടെ, എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഏതായാലും നിങ്ങളെ സ്ക്രീനിൽ കണ്ടിരുന്നത് നേരിട്ട് കണ്ടില്ലല്ലോ. ഇത് കാണാനുള്ള അവസരം വളരെ സന്തോഷം. താങ്ക് യു. എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയ്യടി കൊടുക്കാം. നമ്മള് നിങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം നന്ദി മാത്രം പറഞ്ഞിട്ട് കൊടുത്തുവിടുന്ന ആൾക്കാരല്ല, നമ്മൾ കൈ നിറച്ച് സമ്മാനവും കൊടുത്തുവിടുന്ന ആൾക്കാരാണ്. കാരണം മലപ്പുറം നമ്മൾ ഓരോ പ്രാവശ്യം ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ, മനസ്സ് നിറച്ചിട്ടേ ഉള്ളൂ. അതിന്റെ ഒരു പ്രത്യുപകാരമായിട്ട് നമ്മൾ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും സമ്മാനം കൊടുക്കുക. എന്താ സംഭവം എന്ന് വെച്ചാല്, ശരിക്കും ഈ മലപ്പുറം ജില്ലയുള്ളതുകൊണ്ടാണ് കുറെ നാളെ നമ്മുടെ കുടുംബം കഞ്ഞി പിടിച്ചു പോയത്. സീരിയസ് ആയി നമുക്ക് ആകെ പണിയുള്ള 3 ജില്ലകള്. ഒന്ന് മലപ്പുറം, രണ്ടാമത് കോഴിക്കോട്, പിന്നെ കണ്ണൂര്. അങ്ങനെ 3 മലബാറിന്റെ 3 പ്രദേശങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഉള്ളത്. ഏറ്റവും കൂടുതൽ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങിയിട്ടുള്ളത് മലപ്പുറം ജില്ലയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ്.
എനിക്ക് ഇവിടെ വേറെ കുടുംബം ഉണ്ടോ എന്ന് എന്റെ മമ്മിക്ക് സംശയം വരെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ഞാൻ കൂടെ മലബാർ പോകാനായിട്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. അബ്ദുറഹ്മാനിക്കൊക്കെ എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയടി കൊടുക്കാം. ഒരാൾക്ക് കൂടി അവസരം തരാം. TP എന്ന് വിളിക്കാനായിട്ട് ഒരു പെൺതരി പെൺതരി അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് 4 പേർക്ക് ചാൻസ് തരാം. ഒരു പെൺതരിക്ക് കൂടി അവസരമുണ്ട്. ആരാണ് പെൺതരി? ഈ നമ്മളിവിടെ പരിപാടി അവതരിപ്പിക്കുന്നതിനിടയ്ക്ക് അവിടെ നിന്ന് TP ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു? എണീച്ച് വാ വാ അവിടുന്ന് വരുന്നത്. മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയിക്കുക എന്നുള്ളത് പോലുമല്ല. കാരണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്നത് അത് കയ്യടി അർഹിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആ ധൈര്യത്തോട് കൂടിയിട്ട് നമ്മുടെ വലിയ വലിയ സധൈര്യം നേരിട്ടുകൊണ്ട് വന്നിരിക്കുന്ന അടുത്ത മലപ്പുറം ഒരു കയ്യടി കൊടുക്ക്. എന്താ പേര്? മൈക്കിൾ പറ. തസ്നി പറയട്ടെ. വീട്ടുകാർ കാണട്ടെ. അലറി വിളിച്ച് TP എന്ന് വിളിക്കുന്നത് കാണട്ടെ. അതെ, എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയടി കൊടുക്ക്. കൊണ്ടോട്ടി മുഴുവൻ കേൾക്കണം. അതെ, കൊണ്ടോട്ടി അല്ലെങ്കിൽ ജടവണ്ണപ്പാറ, കൊണ്ടോട്ടി ഈ പരിസര പ്രദേശം മലപ്പുറം വരെ കേൾക്കണം. റെഡി? തസ്നി എന്താ ചെയ്യുന്നത്? തസ്നി ആ ഫ്ലോ അങ്ങ് പോയി. തസ്നി എന്താ ചെയ്യുന്നത്? ബിസിനസ്സാണ്. എന്ത് ബിസിനസ്സാണ്? ഇൻഷുറൻസ് കമ്പനിയാണ്. കല്ലു ഇൻഷുറൻസ് ചോദിക്കും. വേഗം തന്നെ മത്സരം തുടങ്ങിക്കോ. റെഡി? ഇൻഷുറൻസ് കമ്പനിയാണ്. ഏത് ഇൻഷുറൻസ് കമ്പനിയാണ്? ഏതിലാ വർക്ക് ചെയ്യുന്നത്? സ്വന്തമായിട്ട് ഓഫീസിന്റെ എല്ലാം ഇതുണ്ട്. എല്ലാം വാഹന ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ക്ലെയിം ഒക്കെ കിട്ടാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഒരാൾക്കും ക്ലെയിം കിട്ടരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു അപകടം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. Your time starts now. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അത്യാവശ്യം 14 ജില്ലയിൽ പോയിട്ടുണ്ട്. ഏറ്റവും നല്ല റോഡുകൾ കണ്ടിട്ടുള്ള 2 സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോട്ടയം ജില്ല, പിന്നെ മലപ്പുറം. ഈ മലപ്പുറത്തും കോട്ടയത്തും ഗട്ടറുകളില്ല. പക്ഷെ തസ്നിയുടെ സംസാരത്തിൽ എവിടെയും ഒരു ഗട്ടർ ഉണ്ടായിരുന്നു. അമ്പ് ചാടിയതാണോ? അല്ലല്ല, പെട്ടിയാട്ടോർഷ കയറ്റം കയറി പോകുന്നുണ്ടോ അതേമാതിരിയായിട്ട് ഈ അർക്കമല്ലിന്റെ വേസ്റ്റ് കൊണ്ട് വന്ന് പെട്ടി ഓട്ടർഷ കയറ്റം കയറുന്ന ഒരു കാഴ്ച, ശബ്ദം. പക്ഷേ ഉണ്ടല്ലോ, തസ്നി വളരെ സൂക്ഷിച്ചാണ് തുടങ്ങിയത്. തസ്നിക്ക് അറിയാവുന്ന ഒരുപാട് അലറി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് അങ്ങേ അറ്റം വരെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് തസ്നി ഭയങ്കര ബുദ്ധിപരമായിട്ട് സൈക്കോളജിക്കൽ മൂവ് ആയി പോയി. പക്ഷെ 9-10 വന്നുള്ളൂ. ആ പാവം തസ്നി 2 അക്കം കടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വന്നവരുടെ മുഴുവൻ മനസ്സ് കീഴടക്കിയ തസ്നിക്ക് ഒരു കൈയടി. ആർക്കും ക്ലെയിം ചെയ്യാതിരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, കമ്മീഷണർ സിനിമയിൽ രതീഷ് ഉണ്ടല്ലോ, രതീഷിനെ പോലെ നല്ല സുന്ദരമായ കണ്ണുകളുള്ള ഒരു മനുഷ്യനാണ് നമുക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. ഡൽഹി. എനിക്ക് ഈ കേരള പൊളിറ്റിക്സിലും താല്പര്യമില്ല. അങ്ങനെ ഡൽഹിയിലാണ്. എന്താണ് പേരെന്താണ്? ദീപിക്ക് വേണ്ടിയിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ഒരു 4 കാര്യങ്ങളൊന്ന് പറഞ്ഞു. ദീപിയെ കുറിച്ചുള്ള 4 കാര്യങ്ങൾ. മൈക്കിൽ 4 വാചകം നല്ല അസലായിട്ട് കുറുക്കി കൊള്ളുന്നത്. ആ 4 വാചകം നല്ല കിഞ്ചൽ പോലെ നമുക്ക് കേൾക്കാം.